അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തക പഠന പരമ്പരയുടെ 71ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 ജൂൺ മാസം 6-ാം തീയതി പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രവചനാത്മാവിൽ നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ അതെങ്ങനെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നിവൃത്തീകരിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിപ്പാനിടയാക്കുന്നത്. വളരെ സങ്കീർണമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. 4 സുവിശേഷകരും 4 വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് ഓരോ സംഭവങ്ങൾക്കുള്ള വിശദീകരണമാണ് അവർ അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ 4 സുവിശേഷങ്ങളെ എടുത്ത് വായിച്ച് താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിരവധി അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലും ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല. അത് ഗ്രഹിച്ചെടുക്കേണ്ട രീതിയിൽ ഗ്രഹിച്ചെടുക്കത്തക്കവണ്ണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വ്യാഖ്യാനിക്കേണ്ട പോലെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യക്തത ലഭിക്കുകയുള്ളൂ. അതേക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ 3 നാളുകൾ എന്നുള്ളത് അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാണ്ടേ തീർന്നു. ഒരുക്കനാളിൽ യേശു മരിച്ചു, ശബത്ത് നാളിൽ തൻ്റെ പ്രവൃത്തി നിവർത്തീകരിച്ച് സ്വസ്ഥതയിലിരുന്നു, 1-ാം നാളിൽ പാപത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിനെയാണ് 3 നാളുകളെന്ന് തൻ്റെ മരണപുനരുത്ഥാന ബന്ധത്തിൽ യേശു പറഞ്ഞതിനെ കുറിച്ച് നാം ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിപ്പാനിടയാത്തത്. അടുത്തതായി നാം ചിന്തിച്ചത് 3 രാവും 3 പകലും. യോന കടലാനയുടെ വയറ്റിരുന്നത് പോലെയും അതുപോലെ കർത്താവ് യെരൂശലേം മന്ദിരത്തെ നോക്കിക്കൊണ്ട് ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ നോക്കിക്കൊണ്ട് തൻ്റെ ശരീരത്തെ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ മന്ദിരം പൊളിപ്പീൻ. ആ മന്ദിരം പൊളിപ്പാനല്ല പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പ്. തൻ്റെ ശരീരം എന്ന ആ മന്ദിരം പൊളിക്കപ്പെട്ടാൽ 3 ദിവസത്തിനകം അതിനെ പണിയപ്പെടുമെന്നുള്ളത് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. അവർക്കത് മനസ്സിലായില്ല. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും യേശു 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കണം എന്നുള്ളത് ദൈവമാണെങ്കിൽ നാം കഴിഞ്ഞ ചിന്തിച്ചത് 39 മണിക്കൂറാണ് യേശു തൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ട ശേഷമായി അത് മടങ്ങി വരുവോളും 39 മണിക്കൂറായിരുന്നു എന്നുള്ളതും. 3 മണിക്കൂർ സമയം അരമത്യയിലെ ജോസഫിനും അതുപോലെ നിക്കോദോമസിനും യേശുവിൻ്റെ ശവസംസ്കാരം ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി അന്ന് ശബത്ത് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരുക്കനാളിൽ തന്നെ അത് തീരുന്ന സമയത്ത് യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ച് അവർ ഒരുക്കിയിരുന്ന മര്യാദ പ്രകാരം, യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശുശ്രൂഷ ചെയ്ത് യേശുവിനോട് ഒരുക്കിയിരുന്ന കല്ലറയ്ക്കകത്ത് വെച്ച് കല്ലുരുട്ടി വെച്ച് അവർ പൊയ്ക്കളഞ്ഞു. അവർ അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. അതിനുശേഷമായി പടയാളികൾ വന്ന് അതിനെ മുദ്രവെക്കുകയും മഹാപുരോഹിതന്മാരുടെ വാക്കനുസരിച്ച് അവർ മുദ്രവെക്കുകയും അതിനെ കാവലേർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ സംഭവങ്ങൾക്കൊന്നും യേശുവിനോട് കൂടെ സ്ത്രീകളൊന്നും അത് കണ്ടിരുന്നില്ല. എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ ശരീരം 3 രാവും 3 പകലും ഈ കല്ലറയ്ക്കുള്ളിൽ ഇരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ 36 മണിക്കൂറാണ് യേശുവിൻ്റെ ശരീരം അരമത്യയിലെ യോസഫ് വെട്ടിയുണ്ടാക്കിയിരുന്ന ആ പുതിയ കല്ലറയിൽ ഇരുന്നിരുന്നത്. അതായത് നാം കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു, അത് യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ 2 രാത്രിയും 1 പകലുമാണ് യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിലിരുന്നത്. ഒന്ന് വൈകുന്നേരം മുതൽ അടുത്ത ദിവസം രാവിലെ വരെ 1 രാത്രിയും, ശബത്ത് നാളായിരിക്കുന്ന ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ 1 പകലും, അതിനുശേഷമായി ശബത്ത് നാളിൻ്റെ വൈകുന്നേരം മുതൽ ഉയർപ്പ് നാളിൻ്റെ രാവിലെ വരെ 1 രാത്രിയും, 2 രാത്രി 1 പകലുമായിരുന്നു. എന്നാൽ അത് ഭൂലോകത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരൂശലേമിൻ്റെ ഒരു ഭാഗത്ത് രാത്രിയായപ്പോൾ മറുഭാഗത്ത് പകലായിരുന്നു. യെരൂശലേമിൽ 1 പകൽ ആയിരുന്നപ്പോൾ മറുഭാഗത്ത് രാത്രിയായിരുന്നു. യെരൂശലേമിൽ 1 രാത്രിയായിരുന്നപ്പോൾ മറുഭാഗത്ത് പകലായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ 3 രാവും 3 പകലും അന്തർദേശീയമായി ഭൂലോകത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. കർത്താവ് പറഞ്ഞത് ഭൂലോകത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്, അല്ലാതെ യെരൂശലേമിലുള്ള ബന്ധത്തിലല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് 3 രാവും 3 പകലും ക്രിസ്തുവിൻ്റെ ശരീരം ഭൂലോകത്തോടുള്ള ബന്ധത്തിൽ കല്ലറയ്ക്കുള്ളിലിരുന്നു എന്നുള്ളതും നാം ദൈവത്തെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിപ്പാൻ കഴിയാത്തത്.
അടുത്ത നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ചിന്തിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന സംഭവങ്ങളെ 4 സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിത്രം യഥാർത്ഥമായി ഈ മർക്കോസ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ വായിച്ചാൽ താരതമ്യം ചെയ്താൽ മനസ്സിലാകത്തില്ല. എന്നാൽ അത് സംഭവങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യത കൊടുത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളത് അതിനെ അധ്യായത്തിന്റെ ആ ക്രമത്തിനനുസരിച്ച് നാം വായിച്ച ഓരോ മത്തായി സുവിശേഷവും മർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതി വായിച്ചു നോക്കാമെങ്കിൽ അതങ്ങനെ വായിച്ചാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കും. അങ്ങനെയാണെങ്കിൽ വിമർശന ബുദ്ധിയോടുകൂടി ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ഈ 4 സുവിശേഷങ്ങൾ വെച്ച് താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിരവധി കാര്യങ്ങൾ വിമർശനാത്മകമായി അതിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കും. സാധാരണ എല്ലാവർക്കും അതിന് ഉത്തരം പറയുവാനുള്ള ബുദ്ധിമുട്ട് കാണും. കാരണം ഒരു സുവിശേഷൻ പറഞ്ഞതുപോലെ അല്ല അടുത്തയാൾ പറഞ്ഞിരിക്കുന്നത്, മത്തായി പറഞ്ഞ പോലെ അല്ല മർക്കോസ്, മർക്കോസ് പറഞ്ഞ പോലെ അല്ല ലൂക്കോസ്, ലൂക്കോസ് പറഞ്ഞ പോലെ അല്ല യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിടത്ത് എന്നെ തുടരുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് യേശുവിനെ തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഇതെല്ലാം വായിക്കുമ്പോൾ സുവിശേഷത്തോടുള്ള ആ രേഖപ്പെടുത്തിയിരിക്കുന്നതിലുള്ള ആ വ്യത്യസ്തത എന്താണെന്നുള്ളത് അനേകർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിനെ സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ നാം അതിനെ പഠിച്ചെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചരിത്രം മനസ്സിലാക്കിയെടുക്കുകയുള്ളൂ. ഇതൊരു വലിയ മർമ്മമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം വിശ്വസിക്കേണ്ടവർ മാത്രം വിശ്വസിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളും അത് പുനരുത്ഥാനന്തര പ്രത്യക്ഷതകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടവർ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകവും ഭാവികാല സംഭവങ്ങളും അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവചനങ്ങളൊക്കെയും വളരെ സങ്കീർണമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അതിനുവേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിനെ അന്വേഷിച്ച് താല്പര്യപ്പെടുന്നവർക്ക് മാത്രമേ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. അപ്പൊ നമുക്കതിന് താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കി ദൈവം വെളിപ്പെടുത്തരും. പലരും അത് ചോദിക്കുന്നില്ല. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. എന്നാൽ കർത്താവ് സങ്കീർത്തനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഏകസ്കൃപത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദാനിയേൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ കർത്താവ്, വെളിപ്പാട് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ആത്മീയ വാഞ്ചയോടെ ഇതിനെ ദൈവസേനയിൽ ആഗ്രഹത്തോടെ അന്വേഷിച്ച് വായിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് യഹോവയുടെ പുസ്തകത്തെ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. സാധാരണ ഒരു പത്തുവിരുദ്ധ വിശ്വാസിയുടെ വേദപുസ്തക വായന പഠനം ഞായറാഴ്ചകളിൽ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു വായനയോടുകൂടി പലരുടെയും വേദപുസ്തക വായന പലപ്പോഴും നിന്നു പോകാറുണ്ട്. പിന്നീട് ഒരു ദിവസം വേദപുസ്തകം വായിക്കണമല്ലോ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിക്കും, അല്ലെങ്കിൽ തുടർമാനമായിട്ട് വായിക്കുന്നവരും കാണും. എന്നാൽ അതിനെ അന്വേഷണത്തോടുകൂടി എനിക്കത് മനസ്സിലാകുന്നില്ല കർത്താവ്, എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ വായിക്കുന്ന വളരെ വിരളമാണ്. അതുകൊണ്ടാണ് അനേകർക്കിത് പറയുമ്പോഴും മനസ്സിലാകാൻ സാധിക്കാതെ പോകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയും. ഇതിൻ്റെ അർത്ഥം ഒരു വചനത്തോട് ബന്ധപ്പെടുന്ന മറ്റൊരു വചനം ദൈവത്തിൽ കണ്ടിരിക്കും, അത് ഇണയില്ല, ഇത് നല്ല ഇണയുള്ളതാണ്. ഒത്തുവാക്യങ്ങൾ അതിനോട് ചേർന്ന് വരുന്ന സന്ദർഭ വിശദീകരണങ്ങൾ മറുഭാഗത്ത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ് നാം വചന പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആഗ്രഹത്തോടെ നാം ഇതിന് അടുത്താണ്. നമുക്കറിയാം ചില കുഞ്ഞുങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ മടി കാണിക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ആരും വലിയ താല്പര്യം കാണിക്കത്തില്ല. പണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിലൊക്കെ ഭക്ഷണത്തിനുള്ള വഴക്കായിരുന്നു. അന്ന് ആഹാരത്തിന് വേണ്ടി ഭയങ്കര വഴക്ക് പിടിച്ച ആഹാരം കഴിക്കുന്നത്. അന്നേരം കിട്ടിയില്ല, കിട്ടത്തില്ല. അതുകൊണ്ട് 5, 8, 9 കുട്ടികളുള്ള വീടുകളില്ലെങ്കിൽ അന്ന് ഭക്ഷണത്തിന് ഉണ്ടാക്കിയാൽ ആരും നിർബന്ധിക്കണ്ട. അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി പാത്രങ്ങളായിട്ട് ഇരുന്ന് കഴിയും. അങ്ങനെ ഒരു സാഹചര്യമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് കുട്ടികളെ നമ്മൾ നിർബന്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അത് എപ്പം വേണമെങ്കിലും കഴിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് കുഞ്ഞുങ്ങൾ മാറിയിരിക്കുന്നു. അന്ന് അങ്ങനെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് സുഭിക്ഷമായതുകൊണ്ട് എവിടുന്നും പ്രസംഗം കേൾക്കാം, കമന്ററി വായിക്കാം, പുസ്തകങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചിന്തയുള്ളത് കൊണ്ട് പലരും ഇതിനെ ലാഘവത്തോടെയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വായിക്കാം, കിട്ടുമെന്നുള്ള രീതിയില്ല. എന്നാൽ ഇതിനെ ആഗ്രഹത്തോടെ ആവേശത്തോടെ ഒരു ദരിദ്രരായി എനിക്കത് ഇപ്പോൾ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തെ നാം സമീപിച്ചെങ്കിൽ മാത്രമേ
നമുക്കത് അത് ആഗ്രഹത്തോടെ ഭക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ദൈവന പഠനത്തിൻ്റെ ഇതാണ് പറഞ്ഞത്. സമർത്ഥ്യം ഉണ്ടെങ്കിൽ, സമർത്ഥരാണെന്ന് വിചാരിച്ചാൽ, എല്ലാം കിട്ടിയെന്ന് വിചാരിച്ചാൽ ദൈവജനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി കിട്ടത്തില്ല. എന്നാൽ നമുക്കത് മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കുന്നില്ല. എന്തൊരു ദാരിദ്ര്യത്തിൽ നാം അതിനോട് അടുത്ത് വന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കുകയുള്ളൂ, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയുള്ളൂ, മനസ്സിലാകേണ്ടവരെ മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്ദേശം ഞാൻ ഈ പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാവർക്കും എല്ലാം വെളിപ്പെട്ട് കിട്ടത്തില്ല. എന്നാൽ കൃപയാൽ നാം ആഗ്രഹിച്ച് കർത്താവേ, ഞങ്ങൾക്കിത് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും, കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണത ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ വിശ്വാസം കണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഇതെല്ലാം പഠിച്ച് തികഞ്ഞ് ഇതെല്ലാം ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടല്ല നാം വിശ്വസിക്കുന്നത്. നാം ഒന്ന് വിശ്വസിക്കുന്നു, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നാം വിശ്വസിക്കുന്നു. അവൻ വരുമെന്ന് പറഞ്ഞതുപോലെ വരും, അന്ത്യാകാശം വരുമെന്നുള്ളത് നാം വിശ്വസിക്കുന്നു. അവൻ വരുമ്പോൾ അവനോടുകൂടി എടുക്കപ്പെടണമെന്നുള്ള വലിയ വാഞ്ച നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കത്തക്കവണ്ണം ദൈവവചനം എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനിച്ച് കിട്ടുന്നതും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ വേണ്ടിയാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പുസ്തകം പോലും മാറ്റിവെക്കാനുള്ളതല്ല. എല്ലാ പുസ്തകങ്ങളെയും നാം എടുത്ത് പഠിപ്പിക്കുകയും അതിൽ നിന്ന് ഗ്രഹിക്കുകയും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് അന്യോന്യം പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ക്ലാരിറ്റി വരുത്തുന്ന ദിവസങ്ങൾ വളരെ അത്യാവശ്യമാണ്. അനവധി സമയം വെറുതെ കളയുമ്പോൾ ദൈവമായിട്ടിരുന്ന് കർത്താവ് വചനത്തിൽ ഗ്രഹിപ്പാൻ ശ്രമിച്ചാൽ അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് ഈ വചന പഠനത്തിൻ്റെ അവസാന ക്ലാസ്സുകളുടെ ബന്ധത്തിൽ ഞാൻ ഒരു എളിയ കർത്തൃത്വം എന്ന രീതിയിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദയവായിട്ട് ഈ പുസ്തകങ്ങൾ വായിക്കുക. സംബന്ധമായിട്ടുള്ള എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആരെഴുതിയ പുസ്തകമാണോ, അത് വായിച്ച് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ നിതമായിട്ട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വചനം പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ അത് പ്രത്യാശ വർദ്ധിപ്പിക്കാൻ ഇടയാത്തീരും. ഇവിടെ സങ്കീർണമായി രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന് പുനരുത്ഥാനമുള്ള വിഷയം യോഹന്നാന്റെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ മാത്രം ഞാൻ പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നുവരെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കർത്താവ് മനസ്സിലാക്കി തരും. അതുകൊണ്ട് ഈ പഠനത്തിലേക്ക് നാം ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ദൈവത്വരെയും നമുക്ക് സന്തോഷമായ രീതിയിൽ കഴിഞ്ഞ 70 ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. 71ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന അനന്തര സംഭവങ്ങളെ കുറിച്ചാണ്. അതിൻ്റെ ക്ലാസ് ഒന്ന് പൂർത്തീകരിക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടി നടത്തി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുള്ള സമയം പിന്നീട് എടുക്കുന്നതായിരിക്കും. ഞാൻ ധൃതി വെച്ച് ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെയും വളരെ വിശദമായി പഠിച്ചു വന്നെങ്കിൽ എൻ്റെ അവസാനവും വിശദമായ രീതിയിൽ പഠിച്ച് അത് അവസാനിപ്പിക്കാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനന്തര സംഭവങ്ങൾ, അഥവാ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള സംഭവങ്ങളെ കുറിച്ചാണ് നാം ഒന്നുകൂടി ചിന്തിക്കുന്നത്. കഴിഞ്ഞ നമ്മൾ അതിനെക്കുറിച്ച് ചില സന്ദർഭങ്ങൾ പഠിച്ചിരുന്നു. എന്നാൽ ഒന്നുകൂടി ആവർത്തിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ സ്തോത്രം. ഈ ക്ലാസ്സിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്താലും കഥ നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ 10 സന്ദർഭങ്ങളെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 4 സുവിശേഷകരും കർത്താവിൻ്റെ ആത്മാവിനാൽ ഒരേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന സംഭവം എഴുതിയിരിക്കുന്നത്. എന്നാൽ വിഷയാവതരണത്തിൽ ഓരോരുത്തരും വ്യത്യസ്ത സംഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിനാൽ 4 സുവിശേഷങ്ങൾ വായിച്ച് താരതമ്യം ചെയ്യുന്ന ഏതൊരാൾക്കും ക്രിസ്തുയേശു പുനരുത്ഥാനത്തിൻ്റെ സംഭവം വിരിച്ചെഴുതിയതിൽ അപാകതകൾ സംഭവിച്ചുവോ എന്നുള്ളത് എന്ന് തോന്നിപ്പോകും. നമ്മളത് വായിക്കുമ്പോൾ 4 സുവിശേഷങ്ങൾ ഇതുവരെ മുമ്പ് വായിച്ച് താരതമ്യം ചെയ്തവർക്ക് അറിയാം.
മത്തായി ഇതുപോലെ അല്ലല്ലോ, മർക്കോസ് ഇതുപോലെ അല്ലല്ലോ, ലൂക്കോസ് ഇതുപോലെ യോഹന്നാൻ എഴുതി. അപ്പൊ നാലും വ്യത്യസ്തങ്ങളാണോ, അതിന് അപകടം സംഭവിച്ചോ എന്ന് നമുക്ക് അങ്ങനെയെങ്കിൽ വിമർശന മനോഭാവത്തോടെ ഞാൻ പറഞ്ഞ വചനം ഏറ്റവും അധികമായി ശ്രദ്ധയോടെ വായിക്കുന്നതിൻ്റെ അകത്ത് പഴുത് കണ്ടുപിടിക്കാൻ വേണ്ടി, ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നവരാണ് വേദോസം മുഴുവനും വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നത്. ഞാനൊരിക്കൽ എൻ്റെ കണ്ണു തന്നെ സ്തംഭിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പോലും കാണാത്ത ബൈബിളുകളും വിവർത്തന പുസ്തകങ്ങളും അതിൻ്റെ വിവിധ ട്രാൻസ്ലേഷനുള്ള പുസ്തകങ്ങളുമായിട്ട് അവർ സമ്പാദിക്കാൻ വന്ന ഒരു സന്ദർഭം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. അന്ന് അവർ സംസാരിച്ചപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ, സാധാരണ ഒരു ബൈബിൾ മാത്രമേ ഉള്ളൂ. അതിൽ അവർ വന്നത് ഒരു ബാഗ് നിറച്ച് ബൈബിളുകളുമായിട്ടാണ് വന്നത്. അതുമായിട്ട് വന്നാണ് അവർ സമ്പാദിക്കാനായിട്ട് വന്നത്. ഞാനൊന്നും അത് ഓർക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ വളരെ സ്തംഭിച്ചു പോയി. കർത്താവേ, നമ്മൾ ഇത്രയും കാര്യമായി പഠിക്കുന്നില്ലല്ലോ. പക്ഷേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, യേശു മരിച്ചിട്ടില്ല, യേശു ഉയർത്തെഴുന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വ്യഗ്രത കാട്ടുന്നവർ എത്ര താല്പര്യത്തോടെയാണ് അവർ ഈ പുസ്തകമെല്ലാം വായിക്കുന്നത്. ഞാൻ ഇന്ന് വരെയും പല സ്ഥലങ്ങളിലും സഭകളിലും പോയി മെസ്സേജ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ നമ്മുടെ ആൾക്കാർ വളരെ പുറകോട്ടാണ്. എന്നാൽ അവർ ഒരു റെഫറൻസ് എടുത്ത് വായിക്കുന്നത് എത്ര വേഗത്തിലാണെന്നറിയാമോ? അവരത് വായിക്കുകയും അവരത് കൊണ്ടടക്കുകയും ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ ഉയർപ്പ് നടന്നിട്ടില്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അവർ എല്ലാ ലേഖനങ്ങളെ അംഗീകരിക്കത്തില്ല, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ അവർ അംഗീകരിക്കത്തില്ല. എന്നാൽ കർത്താവിന്റെ കൃപയാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളെ കൂടാതെ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്താണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ കർത്താവ് എന്ന എളിവനെ കർത്താവ് കൃപ തരുവാനിടയായിരുന്നു. ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ഇതിനെ വായിക്കാതെ മനസ്സിലാകാതിരിക്കുമ്പോൾ, ഇപ്പം ഇതിനെ തെറ്റാണെന്നും ഇത് കഥയാണെന്നും പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ പൊത്തുവരുത്തമായിട്ടുള്ള ചിന്തകളൊക്കെ വിട്ടിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഇത്തരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവവചന രചനയിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല. അത് വിശകലനം ചെയ്യുന്നതിൽ മനുഷ്യർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ് മെയിൻ വിഷയം. ശരിയായ രീതിയിൽ വിഷയങ്ങളെ അപഗ്രഥനം ചെയ്താൽ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന, ഒരു അപാകതയും ഇല്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തെ അതിൻ്റെതായ രീതിയിൽ ഒന്ന് വിശകലനം ചെയ്ത് ഈ വിഷയത്തെ പഠിപ്പിക്കാനാണ് കർത്താവ് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ പുനരുത്ഥാനം അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചാൽ എല്ലാവരും അത് വായിച്ചു പോകും. പക്ഷേ കർത്താവിൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജീവിതമോ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള മരണപുനരുത്ഥാനമോ തിരുവെഴുത്തുകളോ വേഗത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ ദൈവം എഴുതിയിട്ടില്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ യേശുവിനോട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു ദൂതൻ വന്ന് കാര്യം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. അത്ഭുതവും വലിയ പ്രവൃത്തി നടത്തി. ഇപ്പോൾ ഇവിടെ ഏത് സ്ഥലത്തും ഇറങ്ങി ദൂതൻ ഇറങ്ങി വേഗത്തിൽ അത്ഭുതം കാണിച്ചിട്ട് എല്ലാവരും മുട്ടുമടക്കാൻ പറഞ്ഞ് മുട്ടുമടക്കുമായിരുന്നു. അങ്ങനെയല്ല സുവിശേഷം കർത്താവ് പ്രചരിപ്പിക്കുന്നത്. ഇത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവന് ഭാവബോധമുണ്ടായി, അവൻ മാനസാന്തരപ്പെട്ട ദൈവം, അല്ലാതെ ഭയപ്പെടുത്തിയല്ല ദൈവം സുവിശേഷത്തിലെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. നരകത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്ന, നരകത്തെക്കുറിച്ച് പഠിപ്പിക്കും, അതൊക്കെ ഉള്ളതാണ്. പക്ഷെ മനുഷ്യനെ ഭയപ്പെടുത്തുകയല്ല, അവന് വേണ്ടി അല്ല അതുണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അവനെ അവിടെ ഇടും എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ ലഭിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ചാണ് നാം പഠിപ്പിക്കേണ്ടത്. അവന് എന്തെല്ലാം ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് ദൈവത്തിന്റെ പഠനത്തോടെ നാം ചെയ്യുന്നത്. ദൈവം ഒരിക്കലും ആരെയും ഭയപ്പെടുത്തി പേടിപ്പിച്ച് അല്ല വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, വചനം കേൾക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, സഹായം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വിശ്വസിക്കാനുള്ള ആഗ്രഹം, നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും എന്നുള്ളതും നമുക്ക് ദൈവിക രക്ഷയുള്ള ബന്ധത്തിൽ ജീവിച്ചെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 10 സന്ദർഭങ്ങളായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനങ്ങളിലെ 10 സന്ദർഭങ്ങൾ എന്നുള്ളതിൻ്റെ ഒന്നാം സന്ദർഭം, കല്ലറയുടെ വാതിൽ കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉരുട്ടി മാറ്റിയതാണ് ഒന്നാമത്തെ സന്ദർഭം. അപ്പോൾ ഈ കല്ലറയുടെ വാതുക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ച് അവർ പോയി, അത് സ്ത്രീകൾ കണ്ടു എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം വായിച്ചാണ് നാം ഈ പഠനം നമ്മൾ യേശുവിന്റെ ക്രൂശീകരണ സമയത്തെ കുറിച്ചുള്ള കാര്യം പഠിച്ച് പൂർത്തീകരിച്ചത്. അപ്പോൾ അവർ അത് കണ്ടിട്ടാണ് മടങ്ങിപ്പോയത്. അപ്പോൾ അവരുടെ മനസ്സിൽ അപ്പോൾ മുതലേ
ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തയുമുണ്ടായിരുന്നു. കാരണം അവർ സുഗന്ധവർഗമായിട്ട് വന്ന് പൂശാൻ വരാൻ വേണ്ടി ചിന്തിച്ചിരുന്നു. 19 42 വാക്യം, കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു എന്നാണ് പറയുന്നത്. വലിയൊരു കല്ലും അവർ ഉരുട്ടി വെച്ചു എന്ന് മറ്റൊരു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ അവിടെ ശവമടക്കിയ ശേഷമായി വലിയൊരു കല്ലും ഉരുട്ടി വെച്ചിട്ടാണ് അവരവിടെ നിന്ന് പോയത്. അത് അവർ കണ്ടിട്ടാണ് പോയത്. എന്നാൽ ആ കല്ല് എങ്ങനെ ഉരുട്ടി മാറ്റി എന്നുള്ളതിനെ കുറിച്ച് യോഹന്നാനോട് രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിനു മുമ്പായി മത്തായി എഴുതിയ സുവിശേഷത്തിൽ അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മത്തായി സുവിശേഷം അതിന്റെ 28 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ മത്തായി സുവിശേഷം 1 മുതൽ മുഴുവൻ പാരഗ്രാഫും വായിച്ചാൽ അവിടെ യേശുക്രിസ്തു പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾ പൂർത്തി. അതിനെ രണ്ടായിട്ട് വേണം ചിന്തിക്കാനായിട്ട്. എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതായത് സുവിശേഷം 28 അധ്യായം അതിന്റെ 1 മുതൽ മുഴുവൻ ഭാഗങ്ങളും വായിച്ചാൽ 1 മുതൽ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിന്റെ നമുക്കത് അവിടെയും സംശയമുണ്ടാകും. അതുകൊണ്ടാണ് അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരു സന്ദർഭവും അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ സന്ദർഭമാകുന്നു. അപ്പോൾ അത് രണ്ടും വേർതിരിച്ച് പഠിക്കണം. അല്ലാതെ വായിച്ചു പോകുമ്പോൾ 8 മുതൽ 7, 9, 10 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതിനുള്ള കണ്ടിന്യൂഷൻ അല്ല അത് എവിടെ ഇരിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളാണ് ആദ്യത്തെ സംഭവം. എന്നാൽ 8 മുതലുള്ള സംഭവങ്ങൾ അത് മഹാസന്തോഷത്തോടു കൂടി അവർ പുറപ്പെടുന്നതാണ്. ആദ്യം പുറപ്പെടുന്നത് അവർ കല്ലറയ്ക്കെന്ന് പോകുന്നത് ഭയത്തോടും പ്രമത്തോടും കൂടിയാണ് പോകുന്നത്. എന്നാൽ 8ാമത്തെ വാക്യത്തിൽ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കല്ലറ വിട്ടു. അപ്പോൾ യേശുക്രിസ്തുവിനെ നേരിൽ കണ്ടതിന് ശേഷം പുറപ്പെട്ടു. ഈ വാക്കുകൾ വായിച്ച് അത് മനസ്സിലാക്കിയെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെങ്ങനെയാണ് അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്? 16 അധ്യായത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവർ ആദ്യം വന്നിട്ട് ദൂതൻ പറഞ്ഞതനുസരിച്ച് പോകുന്ന സമയത്ത് അവർ ഭയത്തോടും വിറയലോടും കൂടി എന്നാണ് പോയത്. 16 അധ്യായം 8 വാക്യം. അവർക്ക് വിറയലും പ്രഭവവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ഇതാണ് ആദ്യത്തെ സംഭവം. എന്നാൽ മത്തായി സുവിശേഷം എന്തുകൊണ്ട് ഏഴാം വാക്യം വരെ എടുത്തു എന്നുള്ളതിന് അതിന്റെ 8ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ് നാം അതിനെ അവിടുന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധയോടെ വായിച്ചതിനെ മാറ്റിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യല്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഒന്നാം സന്ദർഭത്തിൽ ദൂതൻ പറഞ്ഞിട്ട് പോകുന്നതും യേശുവിനെ കണ്ടിട്ട് യേശു പറഞ്ഞയക്കുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് ഈ 8 മുതൽ വാക്യം. അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. അപ്പോൾ ഈ മഹാസന്തോഷത്തോടെ എപ്പോൾ എങ്ങനെ ഓടിപ്പോയെന്നുള്ളത് അറിയണമെങ്കിൽ മക്കളക്കാര്യത്തിൽ മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതും അവർ ഒരുമിച്ച് പോകുമ്പോൾ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുന്നതിനെ കുറിച്ചും അത് ശേഷമാണ് അവർ സന്തോഷത്തോടെ പോയത്. അപ്പോൾ ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടിട്ടാണ് അവർ സന്തോഷത്തോടെ പോയത്. ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാതെ, ശരീരം കാണാതെ അവർ ഓടി ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകുന്ന സന്ദർഭം വരെയാണ് അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങളെ നമ്മളവിടുന്ന് വേർതിരിച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടാമത്തെ സന്ദർഭത്തിൽ പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ടിട്ട് പോകുന്നുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് 8 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേദോസ്തം വചനം വായിക്കുമ്പോൾ അത് വായിച്ചു പോരുന്ന 1 മുതൽ 7 വരെ 8 വരെ വായിക്കുന്ന ആൾക്ക് അതിന്റെ മുഴുവൻ വിശദീകരണം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ നാം അതിനെ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്കതിനെ മനസ്സിലാക്കുക. എന്തുകൊണ്ട് 8 മുതലുള്ള വാക്യങ്ങൾ അവിടുന്ന് വേർതിരിച്ചു എന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു വാക്യം ഞാനത് വായിപ്പിച്ചത്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി പോയി. അപ്പോൾ ഇങ്ങനെ ഈ ദൂതന്മാർ പറഞ്ഞു വിടുമ്പോൾ അല്ല അവർ പോയത്. അത് കണ്ടിന്യൂഷൻ ആണെങ്കിലും അതല്ല സംഭവം. അത് സംഭവിച്ചത് യേശു കല്ലറയ്ക്കൽ പ്രത്യക്ഷപ്പെട്ട ശേഷം അവർ പോകുന്നതാണ്. അതോടൊപ്പം ബന്ധത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ സംഭവത്തിൽ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റിയതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയത്. അത് മത്തായി 28 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ ഇവര് വരുമ്പോൾ സമയത്ത് ഭൂകമ്പമുണ്ടായി. കല്ലുരുട്ടി മാറ്റി ദൂതൻ അതിന്മേലിരുന്നു. മഗ്ദലക്കാരത്തി മറിയ യാക്കോബിന്റെ അമ്മ മറിയയുമാണ് അതിന് ദൃക്സാക്ഷികളായത്. റോമൻ പടയാളികൾ നിലംപരിചായി. ഈ സംഭവം ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി.
ആ സമയത്തുള്ള അപ്പോൾ ശക്തമായിരിക്കുന്ന റോമൻ പടയാളികൾ നിലംപരിചായി ബോധകെട്ട് അവരെ മരിച്ചവരെ പോലെ അവിടെ കിടക്കുകയാണ്. സ്വർഗീയദൂതൻ സ്ത്രീകളോട് പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും അതിനെ വെച്ച സ്ഥലം കാണുവാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തു. യേശുവിന്റെ പുനരുത്ഥാനം ശിഷ്യന്മാർ അറിയിക്കുന്നവരോട് പറയുകയും ചെയ്തു. പ്രാരംഭ സംഭവത്തിൽ ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടായത്. മത്തായി ഇതേക്കുറിച്ചാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഉരുട്ടി വെച്ച കല്ല്, അത് ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരിക്കുകയും, അതുപോലെ തന്നെ ആ സമയത്ത് ഭൂകമ്പം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ പടയാളികൾ അവര് നിലംപരിചായി പോവുകയും, എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന മക്കളക്കാര്യത്ത് മറിയ യാക്കോന്റെ അമ്മ മറിയും അവരതിന് ദിക്സാക്ഷികളായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ദൂതന്മാർ അവിടെ പടയാളികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ അടുപ്പിക്കത്തില്ലായിരുന്നു. എന്നാൽ അവർ നിലംപരിചായിപ്പോയി. ഈ സ്ത്രീകൾ അടുത്ത് വരുന്ന സമയത്ത് ഇതാണ് സംഭവിച്ചത്. അപ്പൊ അത് കണ്ട് അവർ ഭ്രമിച്ചു നിൽക്കുമ്പോൾ സ്വർഗീയ ദൂതൻ സ്ത്രീകളോട് യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും അതിന് വെച്ച സ്ഥലം കാണുവാൻ അവരെ അറിയിക്കുകയും ചെയ്തു. ഈ ഭയമുണ്ടെങ്കിലും ഈ എന്തുകൊണ്ട് സ്ത്രീകൾ അവിടെ ബോധം കെട്ടു പോയില്ല, എന്തുകൊണ്ട് പടയാളികൾ നിലംപരിചായി എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ വാസ്തവത്തിൽ യേശു അന്വേഷിച്ചു വന്നവരാണ്. മറ്റവർ യേശു ഉയർക്കാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവർ ശക്തന്മാരാണ്. അവർ ലോകപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ നിർവഹിക്കുകയാണ്. അവരോട് ഇതിനിടയിൽ അവർ യാതൊരുവിധ തടസ്സമുണ്ടാക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവരെ ദൈവം ബോധം കെടുത്തി മരിച്ചവരെ പോലെ അവിടെ കിടത്തുമ്പോൾ ഈ സ്വർഗീയ സന്ദേശം, പുനരുത്ഥാനത്തിന്റെ സന്ദേശം, യേശു ഉയർത്തെഴുന്നേറ്റ സന്ദേശം നാം കേട്ട് കഴിഞ്ഞാൽ അത് സംസാരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ശാന്തത പുറപ്പെടുവാനിടയാത്തരും. അപ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ദ റിസറക്റ്റഡ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ പുനരുത്ഥാനം എന്നുള്ള വിഷയം, നാം കർത്താവേ നീ ഉയർക്കപ്പെട്ടു, നിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞങ്ങളുമേ നിറയ്ക്കണമേ എന്ന് നാം ഒടിവിടുന്ന, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അവിടെ പ്രത്യേകമായിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തി അവിടെ വ്യാപരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വർഗീയ ദൂതൻ വന്ന് അവിടുത്തെ പടയാളികളോട് പറഞ്ഞില്ല, ഇക്കാര്യം പറഞ്ഞില്ല, അവർക്കത് ലഭിച്ചില്ല. അവരോടല്ല പറഞ്ഞത്, ഇത് അന്വേഷിച്ചു വന്ന സ്ത്രീകളോട് അവരാണ് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു എന്ന വാക്കിൽ തന്നെ ഒരു ഭയം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിലും അവരെ ചുറ്റുമായി അവരെ സ്വാധീനിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു എനർജി, ഒരു ശക്തി അവിടെ മേൽ വ്യാപരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ നിലംപരിചായി വീണായിരുന്നത്. അപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായി. ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഇവർ വളരെ ഭ്രമിച്ചു നിൽക്കുന്ന സമയത്ത് ദൂതൻ ഇവരോട് പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റു. ഈ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന പുനരുത്ഥാനത്തിന്റെ വാക്കുച്ചരിക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ശക്തി വ്യാപരിച്ചിരുന്നു. അത് പ്രാപിച്ചെടുക്കേണ്ടവർക്ക് അത് പ്രാപിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള സ്വസ്ഥത അവിടെ വ്യാപരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെ പടയാളികൾ നിലംപരിചായെങ്കിലും സ്ത്രീകൾ അവിടെ നിലംപരിചാകാതെ അവർക്ക് അതിനെ നിൽക്കാനുള്ളതായ, അവിടെ അതിനെ പിടിച്ചു നിൽക്കാനുള്ളതായ ധൈര്യവും ബലവും ആ സമയത്ത് അവർക്ക് ലഭിച്ചത് ഈ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ശക്തി അവിടെ വ്യാപരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ അവർ സംസാരിക്കുന്നത് കേൾക്കാനും അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിപ്പാനും അവർക്ക് ദൈവകൃപ കൊടുത്തത്. അപ്പൊ യേശുവിന്റെ പുനരുത്ഥാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ അവരോട് പറയുകയും ചെയ്തു. പ്രാരംഭ സംഭവത്തിൽ ഇത്ര സംഭവമാണ് നടന്നതിനെക്കുറിച്ച് ഇത്രയാണ് മത്തായി സുവിശേഷം രേഖപ്പെടുത്തിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞിട്ട് തുറന്നതിന് ഓടിപ്പോയെന്ന് പറയുമ്പോൾ അത് വായിച്ചു പോകുന്നവർക്ക് അത് ഈ സന്ദർഭത്തിൽ പോയെന്നേ മനസ്സിലാകുള്ളൂ. എന്നാൽ അതങ്ങനെ വായിച്ചു പൊക്കോട്ടെ. പക്ഷെ അത് വ്യാഖ്യാനിച്ച് ഇതിന്റെ യഥാവിധമായിരിക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ടി ദൈവം കൃപ തന്ന് പരിശുദ്ധാത്മാവിനായി വ്യാഖ്യാനിക്കുന്നവർക്ക് വേണ്ടിയാണ് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ സന്ദർഭങ്ങളുള്ള ബന്ധത്തിൽ മറ്റു സുവിശേഷ ബന്ധം പഠിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മത്തായി സുവിശേഷത്തെ ആരംഭിച്ച് യോഹന്നാനിലൂടെ വന്ന അവസാനം മത്തായി സുവിശേഷത്തിലൂടെയാണത് പര്യവസാനിപ്പിക്കുന്ന ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സന്ദർഭം ഇവിടെ രേഖപ്പെടുത്തിയത് മർക്കോസാണ്. രണ്ടാമത്തെ സന്ദർഭത്തിന്റെ പ്രത്യേകത കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ച സ്ത്രീകൾ. അപ്പൊ ഇവര് വന്ന്, ഈ ദൂതൻ വന്ന് അവരെ കല്ലറയ്ക്കകത്ത് വന്ന് കാണാൻ വേണ്ടി അവരെ ക്ഷണിക്കുകയാണ്. യേശുവിൽ നിന്നും അവനെ വെച്ച സ്ഥലം കാണുവാൻ അവരെ ക്ഷണിക്കുകയുമാണ് ചെയ്തത്. അത്രയും ചെയ്തിട്ട് ശിഷ്യന്മാരോട് പോയി പറയണമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ ദൂതൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ സ്ത്രീകൾ അവര് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കല്ലറയ്ക്കുണ്ടായിരുന്ന മറിയയും മറ്റേ മറിയയും ശലോമയും അവിടെ എത്തിയവർ
ഈ കല്ലറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭം കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ച സ്ത്രീകൾ കണ്ട കാര്യങ്ങളുടെ വിശദീകരണമാണ് നൽകുന്നത് മർക്കോസ് സുവിശേഷത്തിൽ. അത് എന്താണ് കല്ലറയ്ക്കുള്ളിൽ കടന്ന സ്ത്രീകൾ കണ്ടത്, അതേക്കുറിച്ച് വേറെ ആരും രേഖപ്പെടുത്തിയില്ല, മത്തായി രേഖപ്പെടുത്തിയില്ല. അവര് ക്ഷണിച്ചു എന്നുള്ളത് മാത്രം പറഞ്ഞ ശേഷമായി കല്ലറയ്ക്കുള്ളിൽ, ഇപ്പൊ നമുക്കറിയാമല്ലോ അവിടെ നടന്ന സംഭവം അങ്ങനെയാണല്ലോ. അതിനെയാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് ചിന്തിക്കേണ്ടത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുമ്പോൾ ഈ സംഭവത്തിന്റെ ഒരു കാര്യം നടന്ന അടുത്ത സംഭവം നടക്കുന്നു. അപ്പോൾ അവിടെ ഭൂകമ്പം നടക്കുന്നു, കല്ല് ഉരുട്ടി മാറ്റപ്പെടുന്നു, ആ സമയത്ത് പടയാളികൾ നിലംപരിചായി വീഴുന്നു. എന്നാൽ സ്ത്രീകളോട്, അവിടെ ചെന്ന സ്ത്രീകളോട് ദൂതൻ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ കാര്യം പറയുന്നു, അവരെ അതിനായി ക്ഷണിക്കുന്നു. അതനുസരിച്ച് അവർ പോകുന്ന ഭാഗം വരെ മത്തായി രേഖപ്പെടുത്തിയപ്പോൾ അടുത്ത ഭാഗം അവരവിടുന്ന് ഓടിപ്പോവുകയല്ല ചെയ്തത്. ഇവർ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചത്. അപ്പോൾ ഈ മത്തായി സുവിശേഷം അനുസരിച്ച് ഇവർ ഓടിപ്പോയെങ്കിൽ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഇവർ മത്തായി സുവിശേഷം 8-ാം വാക്യത്തിൽ 28-ാം തീയതി 8-ാം വാക്യത്തിൽ ഇവർ ഓടിപ്പോയെങ്കിൽ ഇവർ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചില്ല. അപ്പോൾ അവിടെ സംശയമുണ്ടാകും. അപ്പോൾ ഒരിടത്ത് കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നു, ഒരിടത്ത് കേട്ടപ്പോൾ ഓടിപ്പോയി. അപ്പൊ ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അതിനെ വ്യാഖ്യാനിച്ചെടുത്തെങ്കിൽ മാത്രമേ കൃത്യത കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് മത്തായി 21-ാം വാക്യത്തിൽ നിർത്തിയിട്ട് ഈ ഇവരെ ക്ഷണിച്ചു എന്ന ഭാഗം കഴിഞ്ഞ ശേഷമായി അടുത്ത കാര്യം എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മനസ്സിലായി, ഈ സ്ത്രീകൾ ഓടിപ്പോയില്ല, അവർ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ ശലോമ എന്നിവർ കല്ലറയ്ക്കകത്ത് കടന്നു എന്ന് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴാണ് ഒരു കല്ലറയ്ക്കകത്ത് കടന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവർ കടന്നു എന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. അവർ കടന്നപ്പോൾ വലത്ത് ഭാഗത്ത് വെള്ള നിലയെങ്കി ധരിച്ച ബാല്യക്കാരൻ കല്ലറയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. എന്താണോ കല്ലുരുട്ടി മാറ്റിയ ദൂതൻ പറഞ്ഞ അതേ കാര്യം തന്നെ ആ അകത്ത് കണ്ട ദൂതനും പറയാനിടയാത്തതെന്നു. അതേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞത്. 16-ാം അധ്യായം 5 മുതൽ 7 വാക്യങ്ങൾ ഞാൻ അതേക്കുറിച്ച് ഇവിടെ കേൾക്കുന്നത്, അത് ഞാൻ വായിച്ചു പഠിച്ചാണ്. 16-ാം അധ്യായം 5 മുതൽ 7 വാക്യങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു ദൂതൻ കല്ലുരുട്ടി മാറ്റി കുറഞ്ഞ അതേ കാര്യം തന്നെ ഈ കല്ലറയ്ക്കുള്ളിരിക്കുന്ന ബാല്യക്കാരനായിരിക്കുന്ന ഒരു ദൂതനും പറയുകയാണ്. അതേ കാര്യം തന്നെയാണ് അവരോട് പറഞ്ഞത്. പറയുന്നത് രണ്ടാമത്തെ സന്ദർഭം. ഇപ്പൊ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം ഞാനൊന്ന് വായിക്കാം, എങ്കിൽ മാത്രമേ അതിന്റെ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. 16-ാം അധ്യായം അത് ശബ്ദത്തിന് ശേഷം മറ്റുള്ള കാര്യത്തിൽ മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശയുടെ സുഗന്ധവർക്കം വാങ്ങി. തലവസ്ഥ കാര്യമാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യോദിച്ചപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ലുരുട്ടിക്കളയാൻ തമ്മിൽ പറഞ്ഞു. അവർ നോക്കി 6 കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ, അവിടെ മുതലാണ് ബാക്കിയുള്ളത് പൊതു സംഭവങ്ങളാണ്, എന്നാൽ 5 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളവിടെ എടുത്ത് ചിന്തിക്കുന്നത്. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവർ അവനോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറേന യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നെന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീനെന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇവര് നിങ്ങൾ പറവീനെന്ന് പറഞ്ഞു. ഇവർ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചതിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുള്ളത്, പിന്നെ അവർ ഓടിപ്പോകുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചശേഷമായി ഈ വാക്കുകൾ ശേഷമായി എന്താണ് തുടർന്ന് സംഭവിക്കുന്നുള്ളത് ലൂക്കോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അതിന്റെ 3-ാമത്തെ സന്ദർഭം. കല്ലറയ്ക്കകത്ത് പ്രവേശിച്ച സ്ത്രീകൾ കർത്താവിന്റെ ശരീരം അവിടെ കാണാത്തതിൽ ചഞ്ചലപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. അവരെ 1-ാമത്തെയും 2-ാമത്തെയും ദൂതൻ പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചതാണ് 3-ാമത്തെ സന്ദർഭം. 3-ാമത്തെ സന്ദർഭം ഇപ്പൊ ഇവരിങ്ങനെ കയറി എന്താണ് യേശുവിന്റെ ശരീരം കണ്ടില്ല, ഇവർ ആകെ ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവർ അകത്ത് പ്രവേശിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവർ അകത്ത് പ്രവേശിച്ച ശേഷം ആ സ്ത്രീകൾക്ക്
എന്താണ് സംഭവിച്ചെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസാണ്. അപ്പോൾ കല്ല് ഉരുട്ടി മാറ്റി ദൂതൻ ക്ഷണിക്കുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ ഈ മർക്കോസ് സുവിശേഷത്തിൽ ഇവര് ആ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. മൂന്നാമത്തെ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ലൂക്കോസ് പറഞ്ഞ ശേഷമായി ഈ കല്ലറയ്ക്കുള്ളിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്തായിരുന്നു അവരോട് അവർ തുടർന്ന് ചെയ്തതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവർ ഒരുക്കിയ സുഗന്ധവർക്കം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശു ശരീരം കണ്ടില്ല. ഇതാണ് മത്തായി മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടില്ല. അപ്പം മനസ്സിലായല്ലോ. ലൂക്കോസ് എഴുതുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതി നമ്മൾ പഠിച്ചത് സന്ദർഭം ശരിയാണോ വളരെ വ്യക്തമാണ്. അങ്ങനെ പഠിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്. അവർ ഒഴുകിയ സുഗന്ധവർക്കും എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് വിട്ടിക്കളഞ്ഞായ കണ്ടു. എങ്ങനെ വിട്ടിക്കളഞ്ഞു? ഇറങ്ങി ഒന്ന് വിട്ടിക്കളഞ്ഞു. അതാണ് സന്ദർഭം 1. രണ്ടാമത്തെ കാര്യം അകത്ത് കടന്നു. അപ്പം ദൂതൻ പറഞ്ഞതനുസരിച്ച് അകത്ത് കടന്നാണ് നമ്മൾ 2-ാം സന്ദർഭമായിട്ട് മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചത്. അകത്ത് കടന്നാറെ കർത്താവായ യേശു ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് 3-ാമത്തെ സന്ദർഭമാണ്. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്ന കണ്ട് ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവനോട്, ഇവര് അകത്ത് കയറിയിട്ട് 3 പേരും ഇതെന്താണെന്ന് അറിയാതെ ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കിയ കല്ലറയ്ക്കകത്ത്. അപ്പൊ ഈ 3-ാമത്തെ സന്ദർഭത്തിൽ നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പ് ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു. കല്ലറ വിട്ട് മടങ്ങിപ്പോയി. അപ്പൊ അവിടെ 3-ാമത്തെ സന്ദർഭം. അപ്പോൾ ഈ 3 സന്ദർഭങ്ങൾ മനസ്സിലായി. കല്ല് ഉരുട്ട് മാറ്റി അവർ കല്ലറയ്ക്കകത്ത് കടന്നു. അപ്പൊ കല്ലറയ്ക്കകത്ത് കടന്ന് ഭയപ്പെട്ട് മുഖം കുനിച്ച് നിന്നപ്പോൾ അവരോട് ഈ സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി അവരെ ധൈര്യപ്പെടുത്തി അവരോട് പോകുവാനായിട്ട് കൽപ്പിക്കുന്നതാണ് എൻ്റെ 3-ാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. സന്ദർഭം 4. കല്ലറയ്ക്കകത്ത് നിന്ന് യേശു ശരീരം കണ്ടില്ല എന്ന് ശിഷ്യന്മാർ അറിയിപ്പാൻ ഓടിപ്പോയവരിൽ മഗ്ദലക്കാരി മറിയ ഏറ്റവും മുമ്പിൽ എത്തി പന്തിരോട് ജാക്കിനോടും അറിയിച്ചതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 3 സന്ദർഭം കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു വിടുകയാണ് ശിഷ്യന്മാരുടെ. അപ്പോഴാണ് ഇവര് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അതേക്കുറിച്ചാണ് സന്ദർഭം 4 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 സന്ദർഭങ്ങളും കഴിഞ്ഞിട്ടാണ് ശരീരം കണ്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവര് അത് കണ്ടുകൊണ്ടാണ് അവര് 4-ാമത്തെ സന്ദർഭത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഇവര് ഓടിപ്പോകുന്നതിനെ കുറിച്ച്. ആദ്യത്തെ ഓടിപ്പോക്ക്, അവർ അവിടുന്ന് കല്ലറയിൽ നിന്ന് ശരീരം കാണാതെ അന്നേരം അവർ യേശുവിനെ കണ്ടില്ല, അവർ ഓടിപ്പോകുന്ന സന്ദർഭമാണ് 4-ാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കാഴ്ചവെടുത്ത 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായിക്കുന്ന കല്ല് നീങ്ങിയിരിക്കുന്ന കണ്ടു. പൊതുവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ തന്നിരിക്കുന്നത്. അവൾ ഓടി കണ്ടു. ഇതിന് ബാക്കിയുള്ള ഭാഗം കഴിഞ്ഞ് അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും ഇപ്പൊ അവരെ പറഞ്ഞു വിടുകയാണ്. ഇത് കണ്ടിട്ട് ബാക്കിയുള്ള 3 ഭാഗങ്ങൾ കണ്ടതിന് ശേഷമാണ് ഓടുന്നത്. അപ്പൊ 4-ാം സന്ദർഭത്തിൽ കല്ലറയ്ക്കൽ നിന്ന് ഓടി ശിമോൻ പത്രോസിനോടും ശിഷ്യന്മാരോടും അറിയിക്കാൻ വേണ്ടി ഈ 3 പേര് ഓടിപ്പോകുന്ന സന്ദർഭത്തെ കുറിച്ചാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. യോഹന്നാന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് അതിന്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 3 സന്ദർഭങ്ങളുടെ വിശദീകരണം മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ രേഖപ്പെടുത്തിയെന്ന് നമ്മൾ ഗ്രഹിക്കാൻ ഇടയാക്കുന്നു. ഈ കാര്യം മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ സന്ദർഭമാണ് അതിന് പ്രാധാന്യത കൊടുത്തുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവൾ ഓടുകയാണ്. കല്ലറയ്ക്ക് നിന്ന് ഓടി അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. ഇവര് 3 പേരും കൂടി ഓടുന്നെങ്കിലും ഈ ഓട്ടത്തിൽ ആവേശം ഉള്ളത് മഗ്ദലക്കാരത്തി മറിയ. അവൾ ഓടിച്ചെന്ന് ശിമോൻ, അതിന് ശേഷമാണ് ബാക്കിയുള്ള വരുന്നത്. ഓടി ശിമോൻ പത്രോസിന്റെ യേശുവിന് പ്രിയനായ യോഹന്നാന്റെയും മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയിൽ എടുത്തുകൊണ്ടുപോയി അവൻ ഇവിടെ വെച്ചൊന്നും ഞങ്ങൾ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറകളിൽ ചെന്ന് ഇവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി കുനിഞ്ഞു നോക്കി.
ശീലയിൽ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താൻ. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലയിൽ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുറ്റി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്നു കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതാ ഉണ്ടാകുന്നുള്ള തിരുവഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇതാണ് നാലാമത്തെ സന്ദർഭം. ഇവിടെ ഈ മഗ്ദലക്കാരത്തെ മറിയയും ശലോമയും മറ്റേ മറിയയും കൂടി ഓടി കല്ലറയ്ക്ക് നിന്ന് ദൂതന്മാർ പറഞ്ഞ വാക്കുകളെ ഓർത്തുകൊണ്ട് അവർ ഓടി. പക്ഷെ ഇവർക്ക് ഈ ഈ ഭയങ്കര ഭയവും ഭ്രമവും എല്ലാം പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവർക്ക് ആകെ പരിഭ്രമമായി പോയി. അവർ യേശുവിനെ കണ്ടില്ല എന്നുള്ളൂ, ആരെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരെ പോയി ഭ്രമിപ്പിച്ചു. ഇത് കേട്ടോണ്ട് ഉടനെ ഈ യഹൂദന്മാരെ പേടിച്ച് കഥകടച്ചിരിക്കുന്ന പത്രോസും യോഹന്നാനും അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവര് അത് കേട്ടപ്പോൾ തന്നെ യേശുവിന്റെ കല്ലറയ്ക്കിലേക്ക് അവർ ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. അവരന്നേരം ഒന്നും വിചാരിച്ചില്ല, അവരവിടെ നിന്ന് ഓടുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഓടി. അവർ ഓടി വന്ന് പത്രോസിനേക്കാൾ മുമ്പിൽ യോഹന്നാൻ ഓടി. കാരണം പ്രായത്തിന്റെ വ്യത്യസ്തത. രണ്ടുപേരും ഓടുന്നു. അതിൽ യോഹന്നാൻ വളരെ വേഗത്തിൽ ഓടിയെത്തി. കല്ലറ കടന്നിൽ അവൻ വന്ന് കുനിഞ്ഞു നോക്കി. ഈ കല്ലുരുട്ടി മാറ്റിയതും തുറന്ന കല്ലറയാണ് അവൻ കണ്ടത്. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവൻ എന്നാൽ പത്രോസ് ഓടി വന്ന് നേരെ കല്ലറയ്ക്കകത്ത് ഓടിക്കയറി. കാരണം പത്രോസ് എപ്പോഴും എടുത്തുചാട്ടമുള്ള എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നവനാണ്. അവന് അവിടെ വെയിറ്റ് ചെയ്തില്ല. യോഹന്നാൻ വാതിക്കൽ കുനിഞ്ഞു നോക്കി നിൽക്കുകയാണ്. എന്നാൽ പത്രോസ് വന്നപ്പോഴേ അവൻ വന്ന് ഈ കല്ലറയ്ക്കകത്തേക്ക് ഓടിക്കയറി. അതിന്റെ പിന്നാലെ അവൻ ചെന്നു. ശീലയിൽ കിടക്കുന്നു, അവന്റെ തലയിൽ ചുറ്റിയ റൂമാൻ ചീലോട് കിടക്കുന്നതും ചുറ്റി കണ്ടു. ആദ്യം കല്ലറയ്ക്ക് എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് നിന്ന് കണ്ടു വിശ്വസിച്ചു. ഇവര് രണ്ടുപേരും അകത്ത് നിന്ന് കണ്ടു. ഇവര് കണ്ടത് യേശുവിനെ ശവസ്കാരം ചെയ്ത പൊതിഞ്ഞ നിർമ്മല തുണിയും ആ തലയിൽ റൂമാ ചുറ്റിയതൊക്കെ മടക്കി വെച്ചാൽ ഇവരാരും ദൂതന്മാരെ കണ്ടില്ല. എന്തുകൊണ്ടാണ് ദൂതന്മാരെ കാണാത്തത് എന്നുള്ള സംശയം കൂടെ ഉണ്ടാകാം. കാരണം സ്ത്രീകൾ കണ്ടല്ലോ, അവരോട് സംസാരിച്ചല്ലോ, ഇവരോട് സംസാരിച്ചില്ലല്ലോ. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ദൂതന്മാരെ ശിഷ്യന്മാർ കാണാതെ പോയത്? എന്തുകൊണ്ട് ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷമായില്ല? അവരവിടെ ഉണ്ട്. ഉയർക്കപ്പെട്ട യേശു അവിടെയുണ്ട്. അല്ലാതെ ഇന്ന് ഉയർക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോയിട്ട് യേശു അവിടെ ഉണ്ട്, ആ സ്ഥലത്തുണ്ട്. അപ്പോൾ യേശു അതുവരെ അവർക്ക് ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ദൂതന്മാർ പ്രത്യക്ഷപ്പെടേണ്ടവർക്ക് പ്രത്യക്ഷപ്പെടുക, സ്ത്രീകളോട് സംസാരിച്ചു. എന്തുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് ദൂതന്മാരെ കാണാൻ കഴിഞ്ഞില്ല? ഇതേ സ്ഥലത്ത് ഈ സ്ത്രീകൾ മക്കളക്കാരത്തി മറിയയും മറ്റേ മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും അവർ കണ്ടതാണ്. അവർ കണ്ടു ദൂതന്മാർ അവരോട് സംസാരിച്ചു. പക്ഷേ ദൂതന്മാർ എന്തുകൊണ്ട് അവർക്ക് പ്രത്യക്ഷമായില്ല എന്നൊരു ചോദ്യം കൂടെ ഉയരാം. അതിന് കാരണം മറ്റൊന്നുമല്ല, ശിഷ്യന്മാർ ഒരിക്കലും കല്ലറയ്ക്ക് വരാൻ യേശു പറഞ്ഞിരുന്നില്ല. ഈ സ്ത്രീകളോട് പറഞ്ഞു വിട്ടത്, നിങ്ങൾ കല്ലറയ്ക്ക് വരണമെന്നല്ല, നിങ്ങൾ ഗലീലയിൽ യേശു പറഞ്ഞത് മലയിലേക്ക് പോകണം, അവിടെ വെച്ച് അവനെ കാണാം എന്നുള്ളത് അവരോട് അറിയിച്ചതുകൊണ്ട്. നേരത്തെ മുന്നമേ കർത്താവ് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു ഈ മലയിൽ വെച്ച് ഗലീലയിലെ മലയിൽ വെച്ചായിരിക്കും ഇനി നമ്മൾ കാണുന്നത് എന്നുള്ളത് അവരോട് പറഞ്ഞത്. പക്ഷെ അവർ മറന്നുപോയെങ്കിലും ആ കാര്യം ഈ സ്ത്രീകളോട് പറഞ്ഞ് അവരെ അറിയിച്ച് അവരോട് മുമ്പേ ഗലീലയ്ക്ക് പോകാനാണ് കർത്താവോട് പറഞ്ഞത്. പക്ഷെ എന്നാൽ അവർ ഓടിയത് അറിയാൻ വേണ്ടി, ശരിയാണോ എന്നറിയാൻ വേണ്ടി അവർ അവിശ്വാസമുണ്ട്. ഇത് സംഭവിച്ചാണോ, സ്ത്രീകൾ പറഞ്ഞതാണ്, എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഇവര് നേരെ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകും. അതുകൊണ്ടാണ് ഈ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ദൂതന്മാർ യേശു പറഞ്ഞിട്ടില്ല. കാരണം യേശു നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെടോട് പറഞ്ഞില്ല. അവരവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ അവർ വന്ന വഴി ഒന്നും ചെയ്യാതെ അവര് അതുപോലെ തന്നെ വന്നതുപോലെ തന്നെ എന്ത് സംഭവിച്ചെന്നറിയാൻ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതാണ് നാലാമത്തെ സന്ദർഭം. അപ്പൊ അതുകൊണ്ടാണ് അവർക്കത് കാണാൻ സാധിക്കാതിരുന്നത്. എന്നാൽ അവരോട് അറിയിക്കാൻ പറഞ്ഞത് കല്ലറയ്ക്കൽ വരണമെന്നല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചിട്ട് ഗലീലയ്ക്കാണ് പോകേണ്ടത്. പക്ഷെ ഇവർക്ക് വിശ്വാസം വന്നില്ല. ഇത് സംഭവിക്കുന്ന കാര്യമാണോ? അപ്പം അതങ്ങനെ സംഭവിക്കുമോ? യേശു ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഗ്രഹിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളവരെ കുറ്റപ്പെടുന്നു, അവരിതൊക്കെ കണ്ടിട്ടും വിശ്വസിച്ചില്ല. നമ്മൾ എത്ര വിശ്വസിക്കുന്നുണ്ട്? നമുക്കെല്ലാം എപ്പോഴും ഉള്ളിനകത്ത് സംശയമൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മളങ്ങ് വിശ്വസിക്കും, യേശു വരും എന്നൊക്കെ വിശ്വസിക്കും. പക്ഷേ യേശു വരുമ്പോൾ നമ്മൾ പോകുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് വിശ്വാസമായിട്ടില്ല. അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ എത്രമാത്രം ഗുണപ്പെട്ടേനെ. പക്ഷെ അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ അറിയാം. കർത്താവ് വരും, രണ്ടാമത് രാജാവായിട്ട് വരും, 1000 ആണ്ട് വാഴ്ചയുണ്ട്, ഇതൊക്കെ അറിയാം.
പക്ഷേ ഇത് വരുമ്പോൾ ഞാൻ പോകണമോ എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? നമ്മൾ വിശ്വാസം നമുക്കത് അറിയില്ല. നമുക്കെപ്പോഴും ഭൗതിക വിഷയത്തെക്കുറിച്ചുള്ള ഭയങ്കര ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്, എപ്പോഴും അതേക്കുറിച്ച് ചിന്തയുള്ളത്. ഇപ്പൊ ഇവർക്ക് തന്നെയായിരുന്നു ഈ ശിഷ്യന്മാർ. നമ്മൾ അന്നേരം പറയും ഇത് ഇത്രയും കണ്ടിട്ടും പറഞ്ഞിട്ടൊന്നും വിശ്വസിച്ച് ഞങ്ങളായിരുന്നെങ്കിൽ എല്ലാം വിശ്വസിച്ച് അന്തരഗിരിയിലേക്ക് പോയിരുന്നത്. ഒന്നും പോകത്തില്ല. അവരൊക്കെ അത്രേ ചെയ്തോളൂ. നമ്മളാണെങ്കിൽ എന്നെ പിന്മാറിപ്പോയത്. കാരണം അവർ 3 വർഷം നടന്ന് കത്താനോട് നടന്ന് അത്രമാത്രം യേശുവുമായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ വിവശബുദ്ധിയോടെ അവരെ നോക്കരുത്. നമ്മളെ തന്നെ നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്. കർത്താവ് പറഞ്ഞ നല്ല കാര്യം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയായിരുന്നെങ്കിൽ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചേനെ. എങ്കിലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതേക്കുറിച്ച് പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ കല്ലറയൊക്കെ നമ്മൾ പോയി കണ്ടിട്ടില്ല. തുറന്ന കല്ലറ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വചനത്തെ വിശ്വസിക്കുന്നു. അല്ല അവിടെ പോയി കണ്ടിട്ടോ അതിനെ അടച്ച് ഇനി അത് ആ മല യേശുവിൻ്റെ കല്ലറ തകർത്ത് കളഞ്ഞാലൊന്നും എൻ്റെ വിശ്വാസം പോകത്തില്ല. അപ്പം അത് കണ്ടുകൊണ്ടല്ല ഞാൻ വിശ്വസിച്ചത്. ഇപ്പം കർത്താവിൻ്റെ കല്ലറ നാളെ യഹൂദന്മാരത് ബുൾഡോസർ വെച്ച് തകർന്ന് കളിച്ചിരിക്കട്ടെ, ഇല്ലാതാക്കി കളഞ്ഞു. നാളെ എല്ലാവരും വിശ്വാസം പോകും. വിശ്വാസം പോകത്തില്ല. അപ്പം അത് വിശ്വസിക്കുന്നവരത് കണ്ടിട്ടില്ല, നമ്മളത് വിശ്വസിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു നിൽക്കുന്നതുകൊണ്ട്. അന്ന് അവരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നിരുന്നില്ല. അതുകൊണ്ട് അവര് അത്രമാത്രം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ മേൽ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാനുള്ള അല്പമെങ്കിലും കൃപയുള്ളത്. അതുകൊണ്ട് അഭിഷേകം നമ്മുടെ മേൽ പകരുമ്പോഴാണ് നമ്മളിൽ ഭീരുത്വത്തിന്റെ ആത്മാവല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. തിരുവഴുത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് കാണാതെ വിശ്വസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നമുക്ക് ലഭിച്ചു. അവർക്കത് ലഭിക്കാതിരുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് വന്നവരെയും അവർക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഓർപ്പിച്ച് ദൈവം കൊടുത്തിരുന്നില്ല. അവർക്ക് ഓർപ്പിച്ച് സമയാസമയം കിട്ടിയില്ല. ദൂതന്മാർ പറയുന്നതാണ് അവർ ഓർത്തത്. അതുവരെ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം മറന്നുപോയി. ഭയത്തിലെല്ലാം മറന്നുപോകും. വലിയ സന്ദർഭത്തിൽ വന്നു കഴിഞ്ഞാൽ ദിവസവും മറന്നുപോകും, സമയവും മറന്നുപോകും, എല്ലാം വിട്ടുപോകും. എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവത്തിൽ നമ്മളെല്ലാം മറന്നുപോകും. ആ സമയത്ത് ഓർത്തെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നത്. ശേഷം അവര് വളരെ സാക്ഷികളായി തീർന്നു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ദൂതന്മാർ പ്രത്യക്ഷപ്പെടാതിരുന്നതും എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൂതന്മാരോട് ശിഷ്യന്മാരോട് ഒരിക്കലും കല്ലറയ്ക്ക് വരാൻ യേശു പറഞ്ഞിരുന്നില്ല. അവർ പോകാൻ പറഞ്ഞത് ഗലീലയിലെയാണ്. അതാണ് അവിടെ കല്ലറയ്ക്കൽ വന്ന സ്ത്രീകൾ പോയി ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷെ അവർ അതിന് കേട്ടപ്പോൾ അതിന് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കല്ലറയ്ക്ക് വന്ന് അവർ നോക്കി. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല. അവർ അതുപോലെ തന്നെ മടങ്ങിപ്പോയതാണ് 4-ാമത്തെ ഭാഗം. ഇതിന്റെ മഗ്ദലക്കാരത്തി മറിയ ആദ്യം എത്തി യേശുവിന്റെ ശരീരം കണ്ടില്ല എന്ന് പത്രോസിനെയും യോഹന്നാനെ അറിയിച്ചു. ഞങ്ങൾ കണ്ടില്ല എന്ന് അവൾ പറഞ്ഞതിൽ നിന്ന് അവൾ മാത്രമായിരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഞങ്ങൾ കണ്ടില്ല. അതിൻ്റെ അർത്ഥം അവളാണ് ആദ്യം ഓടിച്ചെന്നത്. ഞാൻ അത് ഒന്നുകൂടി വിശദീകരിക്കണം. ആ സന്ദർഭം അവൾ ഓടിച്ചെന്നത്, അവരിരുന്ന വീട് അവർക്കറിയാമായിരുന്നു. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ അവന്റെ ശരീരം കണ്ടില്ല എന്ന് പറഞ്ഞു. അവളാണ് ഓടിച്ചെന്നത്. പക്ഷെ അവൾ ഞാൻ കണ്ടില്ലെന്നാ, ഞങ്ങൾ കണ്ടില്ല. അതിന്റെ അർത്ഥം കല്ലറയ്ക്കകത്ത് 3 പേരും കയറിയിട്ട് അത് കണ്ടിട്ട് അവര് പറഞ്ഞു വിട്ടതാണ്. നമ്മൾ ഓടി മുമ്പ് വന്നുകൊണ്ടാണല്ലോ പറഞ്ഞത്. മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാൻ, യാക്കോബിന്റെ അമ്മ മറിയ, മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരും വലിയൊരു ഓട്ടം ഈ കല്ലറയ്ക്കൽ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് ഓടുന്നു, തിരിച്ച് ഇവർ 3 പേർ തിരിച്ചു ഓടുമ്പോൾ മറ്റുള്ള സ്ത്രീകളും വരുന്നുണ്ട്. അവരെല്ലാം കൂടി തിരിച്ച് അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെയാണ് ശിഷ്യന്മാരോട് പോയി പറയുന്നത്. ശിഷ്യന്മാർ അത് വിശ്വസിച്ചില്ല. അവർക്കത് വെറും കഥ പോലെ തോന്നി. എന്നാൽ ഈ 2 പേരും ഓടി കല്ലറയ്ക്കെത്തി. ഇവർ 2 പേരും ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും ഓടി. ആദ്യം യോഹന്നാൻ എത്തി കുനിഞ്ഞു നോക്കി. പത്രോസ് കല്ലറയ്ക്കകത്ത് കടന്നു. അവർക്ക് ദൂതന്മാർ പ്രത്യക്ഷമായില്ല. എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവർ എന്ത് സംഭവിച്ചെന്ന് അറിയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയതാണ് 4-ാമത്തെ സന്ദർഭം. ഇത്രയും കാര്യങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളെ പഠിച്ചതിൽ നിന്ന് വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലായത്. 5-ാമത്തെ സന്ദർഭം അതിന്റെ 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള ഭാഗമാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. യേശുക്രിസ്തുവിനെ കല്ലറയിൽ വെച്ച ശേഷമായി അവന്റെ കല്ലറയിൽ കല്ലുരുട്ടി വെച്ചത് കണ്ടിട്ടാണ് സ്ത്രീകൾ പോയത്. അവര് തലേദിവസമേ പ്ലാൻ ചെയ്തു. അത് പറഞ്ഞാൽ യേശു മരിച്ച ആ ദിവസം തന്നെ ശബത്ത് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് സുഗന്ധവർക്കം വാങ്ങിക്കണമെന്നും അവര് ശബത്ത് കഴിഞ്ഞിട്ട് വന്ന് ഇത് അവരുടെ ശരീരത്തിന് പൂശുവാനുള്ള ആഗ്രഹത്തോടെ അവർ കാത്തിരുന്നെന്നുള്ളതും നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവര് കല്ലാൽ ഉരുട്ടി മാറ്റുമെന്നവർക്ക് ധാരണയിൽ അവരവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. എന്നാൽ അവർ എത്തിക്കഴിയുമ്പോൾ കല്ല് ദൂതൻ ഉരുട്ടി മാറ്റുന്നതിനെ കുറിച്ച് മത്തായി സുവിശേഷം രേഖപ്പെടുത്തി. അതിനുശേഷമായി മർക്കോസ് സുവിശേഷത്തിൽ അവർ കല്ലറയ്ക്കകത്ത് കടന്നു.
അവര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുനിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയപ്പോൾ ലൂക്കോസ് രേഖപ്പെടുത്തിയത് കുനിഞ്ഞു നിൽക്കുന്ന ദൂതന്മാരുണ്ട്. ദൂതന്മാർ സംസാരിച്ച് അവരെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. അതിൽ ആദ്യമായി ഓടി എത്തിയത് മക്കളക്കാരത്തി മറിയായിരുന്നു. അവൾ ചെന്ന് ഈ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. അപ്പോൾ മറ്റുള്ളവരും വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട പാടെ പത്രോസും യോഹന്നാനും ഒരുമിച്ചോടി. അതിൽ യോഹന്നാൻ മുമ്പിലെത്തി, അവൻ അകത്ത് കടന്നില്ല. പത്രോസ് എത്തിയ ശേഷമായി പത്രോസ് കല്ലറയ്ക്കകത്ത് കടന്നു. മറ്റേ ശിഷ്യനും യോഹന്നാനും കടന്നു. രണ്ടുപേരും കയറുന്നു. അവർ ദൂതന്മാരെ കണ്ടില്ല. പക്ഷേ ശവസ്കാരം നടത്തി വെച്ചിരുന്ന ത്തിന് ഉപയോഗിച്ചിരുന്ന യേശുവിൻ്റെ ചുറ്റിയിരുന്ന തുണികൾ അവർ അവിടെ ചൂട്ടി വെച്ചിരിക്കുന്ന കണ്ടു. അവർ എന്ത് സംഭവിച്ചെന്നറിയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇതാണ് 4-ാമത്തെ സന്ദർഭം. 5-ാമത്തെ സന്ദർഭമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഞാൻ പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സംശയമില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഞാൻ ഇനി ആവർത്തിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാം. കാരണം ഇത് സീക്വൻസ് മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ, വ്യക്തത മനസ്സിലാകുകയുള്ളൂ. 5-ാമത്തെ സന്ദർഭമാണ് യോഹന്നാൻ രേഖപ്പെടുത്തി 20-ാം അധ്യായം 11-12 വാക്യങ്ങൾ. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു ആദ്യമായി പുനരുത്ഥാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇവള് ആഗ്രഹിച്ചത്, ഈ ശിഷ്യന്മാർ ഓടി വന്നപ്പോൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാകും. ഇപ്പോൾ പുരുഷന്മാരായിരിക്കും ഇവർ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ പോലെയല്ല, അവര് അന്വേഷിക്കും, എവിടെയാണ് ശരീരമെന്ന് അന്വേഷിക്കും, കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടല്ലോ എന്നുള്ള ആഗ്രഹത്തോടെയാണ് മഗ്ദലക്കാരത്തി മറിയ മുമ്പിൽ ഓടി വരുന്നത്. ഇവർ ശിഷ്യന്മാർ വന്ന പുറകെ അതിനെ അവൾ ഓടുകയാണ്. അവരുടെ പുറകെ വേറെ സ്ത്രീകൾ ഓടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അന്ന് ഈ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് ഈ ഗോൽഗോത്തയ്ക്ക് അടുത്തുള്ള അരമത്തിയിലെ ജോസഫിന്റെ ആ തോട്ടത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം നടക്കുക. അപ്പം ഇവര് ഓടിപ്പോകുന്ന സ്ത്രീകൾ അവിടെ ചെന്ന് അറിയിച്ചപ്പോൾ ശിഷ്യന്മാർ 2 പേര് ഓടി ഇവിടെ വരുന്നു. അവര് ഒന്നും അറിയാതെ തന്നെ തിരിച്ചോടി അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇവർ വന്നതനുസരിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തും എന്നുള്ള വിശ്വാസത്തോടെ മഗ്ദലക്കാരത്തി മറിയയും മറ്റുള്ള സ്ത്രീകളും ഇവിടേക്ക് ഓടി വരികയാണ്. പക്ഷെ അവർ വരുന്നതിന് മുമ്പായിട്ട് ഇവര് വേറെ വഴിയിലായിട്ട് ഓടി ഇവര് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞോണ്ട് വന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. അവള് കല്ലറയ്ക്കലെത്തി അവള് കുനിഞ്ഞു നോക്കുകയാണ്. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവൾ നേരത്തെ കണ്ടു, അകത്ത് കയറി ഗോതമ്പ പറഞ്ഞതൊക്കെ മനസ്സിലായി. പക്ഷേ 2 പുരുഷന്മാർ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ മടങ്ങിപ്പോയി. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ചിലരൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ പരിഹാരം ഉണ്ടാകും, ചിലർ വന്നാൽ നമ്മുടെ കാര്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്നാൽ ചിലപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയരുത്, അവര് മടങ്ങിപ്പോകും. എങ്കിലും ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഇവർക്ക് എങ്ങനെ ഈ കാര്യത്തിന്റെ ഒരു പര്യവസാനം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. 7 ഭൂതങ്ങളെ പുറത്താക്കിയ അസ്വസ്ഥമായ നടന്ന ഒരു സ്ത്രീയായിരുന്നു മഗ്ദലക്കാരത്തി മറിയ. അവൾ അത്രമാത്രം തകർക്കപ്പെട്ടവളായിരുന്നു. 7 ഭൂതങ്ങൾ പിടിക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ 7 ഭൂതങ്ങൾ അവൾ നിന്ന് പോയപ്പോൾ അവൾ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അധികം വിടുതൽ കിട്ടുന്നവർക്ക് ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ 7 ഭൂതങ്ങൾ ഒരു ഭൂതം തന്നെ കയറി അടുത്തോടെ പോയാൽ മതി, എന്തെല്ലാം അസ്വസ്ഥ ഉണ്ടാകും. അതേ സമയത്ത് 7 ഭൂതങ്ങൾ കയറി ഇവൾ അനുഭവിച്ച ജീവിതത്തിന്റെ വ്യതകൾ വലുതായിരുന്നു. എന്നാൽ യേശു അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ, അവൾക്ക് ലഭിച്ച വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അന്ന് മുതൽ അവൾ യേശുവിനെ ഉറ്റു സ്നേഹിച്ചു. ആ ഗുരുവായിരിക്കുന്ന യേശു കൊടുത്ത വിടുതൽ അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കും, എന്നാൽ പല സന്ദർഭം വരുമ്പോൾ നാം മറന്നു പോകുന്നവരാ, നാം അതിനെ വിട്ടുകളയുന്നവരാ. എത്രയോ വിടുതലുകൾ നാം പ്രാപിച്ചവരാ. ഏതെല്ലാം വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നതാ, ഏതെല്ലാം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതാ. പക്ഷേ നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല. ഇപ്പോഴും നാം പ്രതിസന്ധികളെ കണ്ടുകൊണ്ടാണ്, നാം പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടാണ് നാം ഇരിക്കുന്നത്. നമുക്കിപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ല. ഇത് പണ്ട് യഹൂദ ജനത്തിന് ഇസ്രായേലിന് സംഭവിച്ച പോലെയാ. ചെങ്കടലൊക്കെ വായിക്കപ്പെട്ടു. മരുഭൂമി വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ അവർ മറുതിരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ എന്നെ കൈവിടുകയില്ല എന്നുള്ള ഒരു തികഞ്ഞ സ്നേഹത്തോടെ വേണം ഈ സന്ദേശം കേൾക്കുവാനായിട്ട്. മഗ്ദലക്കാരത്തി മറിയയ്ക്ക്
ആ അവളെ അനുഭവിച്ചിരുന്ന വേദന അവളെ വിടിവിച്ചത് അത്രമാത്രമുള്ള പ്രതിസന്ധി അവളിൽ ഉള്ളിൽ കിട്ടിയതുകൊണ്ട് അവൾക്ക് യേശുവിനെ ആ ശരീരം എങ്ങനെയും കാണണം. ഉയർക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ ആ കല്ലറയിൽ നിന്ന് കാണാതായിരിക്കുന്ന യേശുവിന്റെ ശരീരം എവിടെയാണോ ഉള്ളത് അതൊന്ന് കണ്ട് അവൾക്കത് എടുത്തുകൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് അവൾ നിൽക്കുന്നത്. യേശുമാർ വന്ന് കാണാതെ മടങ്ങിയിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവർക്കറിയാം. ഭയത്തോടെയാണ് ഓടി വന്നത്. കാരണം അവർ വീട്ടിൽ അവർ ശേഷം കാണുന്നത് കഥകടച്ചിരിക്കുക, യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്, പേടിച്ചാണ് ഇരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇത് കേട്ടപ്പോൾ അവർക്ക് ആ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് അവർ ഓടി വന്നത്. ഓടി വന്നിട്ട് അവർ തിരിച്ച് അതുപോലെ തന്നെ അവർ മടങ്ങിപ്പോയി വീട്ടിൽ കയറി കഥ അടച്ചു. നൽമക്ത കാര്യത്തിൽ മറിയ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ ഈ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി കരഞ്ഞോട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. യേശു ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഇങ്ങനെ അവൾ കുനിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും അവൾ ദൂതന്മാരെ കാണും. അതേ സമയത്ത് പത്രോസും യോഹന്നാനും കണ്ടുപോയപ്പോൾ ഈ തലക്കിലിരിക്കുന്ന ദൂതന്മാരെയൊന്നും കണ്ടില്ല, വലത്തെ ഭാഗത്തിന് ദൂതനെയും കണ്ടില്ല, വെളിയിൽ നിന്ന ദൂതനെയും കണ്ടില്ല. എന്നാൽ ഈ അവിടെ ഉണ്ടായിരുന്ന 4 ദൂതന്മാരെയും ഈ മഗ്നക്കാരത്തെ മറിയ കണ്ടു. ഇവരോട് സംസാരിക്കുന്നതായിട്ടുള്ള സന്ദർഭം മനസ്സിലാക്കി. ഇവര് ചോദിക്കുക, 2 ദൂതന്മാർ ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്ന കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. നീ എന്തിനാ കരയുന്നത്? നീ എന്താണ് കരയുന്നത്? നിന്റെ കരച്ചിലിന്റെ കാര്യം എന്താണ്? നീ കല്ലറ തുറക്കപ്പെട്ട കല്ലറ കണ്ടിട്ട് കുനിഞ്ഞു നോക്കി നീ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. പക്ഷേ നിനക്കതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത്? എന്നിട്ട് അവർ പറയുകയാണ്, എന്ന് പറയുന്നത് ചോദിച്ചു. അവള് പറഞ്ഞു, എൻ്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അവളിത്തരം പറഞ്ഞു, എൻ്റെ യേശുവിനെ ഇവിടെ അടക്കം ചെയ്ത് ഞാൻ കണ്ടതാ. കല്ലുരുട്ടി വെച്ചിട്ട് പോകുന്ന ഞാൻ കണ്ടതാ. കല്ലുരുട്ടി മാറ്റി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവം നടന്നത്. പക്ഷേ അവന്റെ ശരീരം ഞാൻ കാണുന്നില്ല. അപ്പോൾ അവനെ ആരോ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നവൾ പറഞ്ഞു. കാരണം ക്രിസ്തുവിന്റെ ശരീരം ആരോ എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. അത് കണ്ടാൽ, അവന്റെ ശരീരം കണ്ടാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നവൾ പറയുകയാണ്. അപ്പൊ അങ്ങനെ വളരെ ആഗ്രഹം, യേശുവിന്റെ നിർജീവമായ ശരീരം കിട്ടിയാൽ പോലും അത് അവർക്ക് അമൂല്യമാണ്, വിലയേറിയതാണ്. അവരുടെ ജീവിതത്തിൽ അത് ഭാഗമാക്കുവാൻ, അതിനെ കൊണ്ടുപോകുവാൻ അവൾ താല്പര്യപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നില്ല. അവനെ നാം സ്വീകരിക്കുവാൻ, അവനെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇത് ആ മക്കളുടെ കാര്യത്തിൽ മറി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യേശു മരിച്ചു എന്നുള്ളതും അവന്റെ ശരീരം നിർജീവമായെന്നുള്ളതും അത് എടുത്തുകൊണ്ട് പോയെന്നുള്ളതും അവൾക്ക് മനസ്സിലായി. പക്ഷേ മടക്കി കിട്ടിയാൽ, കണ്ടാൽ ഞാൻ എടുത്തുകൊണ്ട് പോകാം എന്നുള്ളത് അവൾ പറയുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുവിന് ശരീരം ചീഞ്ഞു പോകും എന്നുള്ള കാര്യം അവൾക്ക് പോകത്തില്ല നമുക്കറിയാമായിരുന്നു. കാരണം ആ കല്ലറയ്ക്കൽ ഒരു അഴുകിയ മണമില്ലായിരുന്നു. എന്നാൽ ലാസറിന്റെ കല്ലറയ്ക്ക് 4 ദിവസം ചെന്നപ്പോൾ നമ്മൾ ചോദിക്കും, ഈ മരിച്ച ഡെഡ് ബോഡി ചീഞ്ഞു പോകത്തില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ എടുത്തുകൊണ്ട് പോകാന്ന് വിചാരിച്ചത്? അതിന് കാരണമുണ്ട്. മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ളവർ ലാസറിന്റെ കല്ലറയ്ക്കൽ എത്തിയതാണ്. അപ്പോൾ അവിടെ അടുക്കാൻ വയ്യാത്ത മണമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മരിച്ച 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിന്റെ കല്ലറയ്ക്കൽ ജീവന്റെ സമുദ്ര വാസന ഉണ്ടായത്. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മനസ്സിലായി, ചീഞ്ഞളിഞ്ഞ ഒരു ശരീരമല്ല ഇവിടുന്ന് കാണാതായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി മർമ്മം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ അവിടെ ചീഞ്ഞ അഴുകിയ ഒരു ശരീരം കിടന്നിരുന്നെങ്കിൽ അവിടെ നാറ്റമുണ്ടാകുമായിരുന്നു. ഈ 3 ദിവസം കഴിഞ്ഞ ശരീരത്തിന് നാറ്റം വമിച്ചിട്ടില്ല, അവിടെ ചീഞ്ഞു പോയിട്ടില്ല. ശരീരം അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഞാൻ അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാം. അവനൊക്കെ ഒരു കാര്യം മനസ്സിലായി, യേശുവിന്റെ ശരീരം ചീഞ്ഞു പോയിട്ടില്ല എന്നുള്ളത്. ഉയർത്തെഴുന്നേറ്റുള്ളവർക്ക് വിശ്വാസം വന്നിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ അത് ദ്രവിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഏത് ശരീരം വെച്ചാലും അതെല്ലാം ദ്രവിച്ച് മണക്കും. എന്നാൽ
യേശുവിന്റെ കല്ലറയ്ക്കൽ മരണത്തിന്റെ മണമില്ലായിരുന്നു, ദ്രവത്വത്തിന്റെ മണമില്ലായിരുന്നു, ചീഞ്ഞ മണമില്ലായിരുന്നു. ദാസൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞെങ്കിൽ യേശുവിന്റെ കല്ലറ, അത് തുറക്കപ്പെട്ട കല്ലറയുടെ വാതിക്കൽ നിൽക്കുമ്പോൾ അവിടെ ജീവന്റെ സൗരഭ്യവാസനയായി വ്യാപരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് മനസ്സിലായത് ആ ശരീരം ചീഞ്ഞു പോയിട്ടില്ല, അത് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ സംശയത്തിൽ ചോദ്യം ചോദിക്കാം, സാധാരണ രീതിയിൽ മരിച്ചുപോയ ചീഞ്ഞു പോകുന്ന ശരീരമല്ലേ, അതെങ്ങനെ ഈ സ്ത്രീ എടുത്തുകൊണ്ട് പോകും എന്നുള്ള ചോദ്യം വരും. അതിന് കാരണം ഇതാണ്, അവർക്ക് മനസ്സിലായി യേശുവിന്റെ കല്ലറയ്ക്കൽ നാറ്റം വെച്ച മണമില്ലായിരുന്നു, അവിടെ ജീവന്റെ സൗരഭ്യവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരം അത് അത് ദ്രവിച്ചു പോയിട്ടില്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞാൻ എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞത്. ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ അത് എഴുതിയിട്ടില്ല, എന്നാൽ രാത്രി അതിന്റെ മർമ്മതയും വെളിപ്പെടും. ഇതിനെല്ലാം പുറകിൽ കാരണങ്ങളുണ്ട്. അത് സാധാരണ രീതിയിൽ ചോദ്യം, നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ നമ്മൾ തന്നെ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. ഇങ്ങനെ ചീഞ്ഞഴുകിയ ഒരു ശരീരമായിരുന്നു മാർത്ത, അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് ചീഞ്ഞഴുകിയിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചത് മണമില്ലാത്തതുകൊണ്ടാണ്. അവിടെ അങ്ങോട്ട് മണമില്ല, അവിടെ അങ്ങനെ ഒരു സംഭവം, ചീഞ്ഞഴുകിയായിട്ടുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ദുർഗന്ധമില്ലായിരുന്നു. പക്ഷെ ലാസറിന്റെ കല്ലറയ്ക്ക് എത്തിയപ്പോൾ തന്നെ പറഞ്ഞു, മരിച്ച് നാറ്റം വെച്ചു തുടങ്ങി, അവിടെ അടുക്കാൻ പറ്റത്തില്ല. മനുഷ്യ, നീ മരിച്ചാൽ ദ്രവിച്ചു പോകും. നീ ഏത് മനുഷ്യനും, ആദവ്യവശതപ്പെട്ട ഏത് മനുഷ്യനും മരിച്ചാൽ ദ്രവിച്ചു പോകും, പുഴുവായി പോകും, അത് ഭൂമിയോട് ചേർന്ന് പോകും, മണ്ണോട് ചേർന്ന് പോകും. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശു വചനമായ ഒരു ശരീരം, അവൻ മാത്രം മരിച്ചിട്ട് ദ്രവത്വം കണ്ടില്ല. രാത്രി അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മരിച്ചിട്ട് അവനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല. കാരണം ഒരു ശരീരം വചനമായതുകൊണ്ട് ദ്രവിച്ചില്ല. അവൻ ഒടുക്കത്തെ ആദാം വചനമായ നമ്മുടെ ശരീരം, അതുകൊണ്ട് അത് മരിച്ചിട്ട് ദ്രവിച്ചു പോയില്ല, അത് ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കോടെ തീർന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ കല്ലറയ്ക്കൽ ദുർഗന്ധമുണ്ടാകാതിരുന്നത്, നാറ്റമുണ്ടാകാതിരുന്നത്. കാരണം ദ്രവത്വം കാണാത്ത ഒരൊറ്റ ശരീരം ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ നസനായിരിക്കുന്ന യേശുവിന്റെ ശരീരം മാത്രമാണ്. ബാക്കിയുള്ള ശരീരങ്ങളൊക്കെ കുന്തിരിക്കം മുട്ടോ മറ്റുള്ള മമ്മികളോ ഒക്കെ അടക്കം ചെയ്ത് അവര് സൂക്ഷിച്ചു. പക്ഷേ അതൊക്കെ തുറന്നു വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ കാറ്റടിച്ചു കഴിയുമ്പോൾ അത് മുഴുവൻ ചാരമായി പോകും. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരം അങ്ങനെയല്ല, യേശു ശരീരം അങ്ങനെയല്ല. നമുക്കറിയാം, പിരമിഡുകളിലൊക്കെ ഡെഡ് ബോഡി ഇരിക്കുന്നുണ്ട്. പല കബറുകളിലും ഈ കുന്തിരിക്കമൊക്കെ ഇട്ട് പലതും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് തുറന്ന് അല്പം കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം പൊടിയായ ദ്രവമായി പോകും. എന്നാൽ യേശുവിന്റെ ശരീരം ദ്രവിച്ചു പോകുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് തുറക്കപ്പെട്ട കല്ലറയ്ക്കുള്ളിൽ നിന്ന് ഒരു മണവും ഉണ്ടാകാതിരുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഡെഡ് ബോഡിയൊക്കെ എംബാം ചെയ്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. പക്ഷെ അതിന് ആ ലായിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പോയി തീർന്നു, അതുവരെയുള്ള ഗ്യാരണ്ടി ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ബോഡി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും ആ ഒരു മീഡിയ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് വേഗത്തിൽ അത് ദ്രവിച്ചു പോകും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു. എന്നാൽ ക്രിസ്തു യേശുവിന്റെ ശരീരം ഏതെങ്കിലും ഒരു ലായനിക്കകത്തിട്ട് വെക്കുകയോ കുന്തിരിക്കത്തിനകത്തിട്ട് വെക്കുകയോ ചെയ്തത്. അതുകൊണ്ടല്ല അങ്ങനെ ഇരുന്നത്. അവന്റെ ശരീരം മണ്ണല്ലായിരുന്നു, അവന്റെ ശരീരം വചനമായിരുന്നു. അതുകൊണ്ട് അവന്റെ ശരീരം ദ്രവിച്ചു പോകുവാൻ ഇടയായില്ല. ബാക്കിയുള്ള ഏത് മനുഷ്യൻ മരിച്ചാലും എവിടെയെല്ലാം വെച്ചാലും അത് തൽക്കാലത്തേക്കുള്ളൂ. മനുഷ്യൻ പൊടിയാണ്, പൊടിയിലേക്ക് ചേർന്ന് പോകുമെന്നുള്ളത് ഈ രാത്രി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ ആഗ്രഹം പറയുക, എനിക്ക് അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ ഞാൻ തയ്യാറാണ്, അതിനുവേണ്ടിയാണ് ഞാൻ കരയുന്നത്, എനിക്ക് അവന്റെ ശരീരത്തെ കാണണം. അതിവിടെ കണ്ടില്ല, അത് കണ്ട് സുഗന്ധവർഗം പൂശാൻ വേണ്ടി ഞങ്ങൾ വന്നത്. എന്നാൽ ഞങ്ങൾക്ക് അവന്റെ ശരീരം കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. ഇപ്പോൾ അവരോട് വന്നപ്പോൾ ഇത് ഈ സുഗന്ധവർഗം പൂശണം എന്നുള്ള താല്പര്യത്തോടെയാണ് വരുന്നത്. അതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അതിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷകൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കാം അവർ ഈ സുഗന്ധവർഗവുമായിട്ട് വരുന്നത്. മരമധ്യയിലെ ജോസഫും നിക്കോദോമസും ചെയ്ത ശുശ്രൂഷകൾ എന്താണെന്നുള്ള പൂർണ്ണവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവർ വാങ്ങിച്ചു വെച്ചിരുന്ന ഈ സുഗന്ധദ്രവ്യം അവിടെ കൊണ്ട് ഈ പൂശണം എന്നുള്ള താല്പര്യത്തോടെ വരുന്നത്. എന്തായാലും അവരുടെ ഉള്ളിൽ ഒരു താല്പര്യം ദൈവം കൊടുത്തിരുന്നു. കാരണം ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കാണണമെന്നുള്ളത്, ഇവർ കാണണമെന്നുള്ള ദൈവത്തിന് നിശ്ചയമായതുകൊണ്ടാണ് അവർ അവിടെ വരുവാൻ ഇടയാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ യേശു കണ്ടിട്ട് കൊണ്ടുപോയി അവനെ എടുത്തോടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞല്ലോ, യേശു ഉയർക്കപ്പെട്ടിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കല്ലുരുട്ടി മാറ്റി യേശു വെളിയിൽ വന്ന് അവനവിടെ ഉണ്ടായിരുന്നു.
ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. കാണേണ്ടവർക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അത് ഉയർക്കപ്പെട്ട പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ മാത്രം കാണാം, അല്ലെങ്കിൽ കാണാൻ കഴിയത്തില്ല. അത് ദൂതന്മാർക്കും പുനരുത്ഥാനം പ്രാപിക്കുന്ന ശരീരത്തിനുള്ള പ്രത്യേകതയാണ്. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് അവിടെ. അത് കർത്താവിനെ പറയുന്നുണ്ട്. അറിഞ്ഞില്ല. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ഇവിടെ ഒറ്റ കാര്യങ്ങൾ പറയുന്നുള്ളൂ. തോട്ടക്കാരൻ അത് വിചാരിച്ചിട്ട് ഇവിടെ പറയുകയാണ്, എന്താ നീ തിരയുന്ന, എന്തിനാ നീ കരയെന്ന് ചോദിച്ചു. യേശുവോട്, നീ കരയുന്നത് എന്ത്? കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി യേശു ശരീരം കാണാൻ വേണ്ടി ആഗ്രഹത്തോടിരുന്ന മഗ്ദലക്കാരത്തെ മറിയയ്ക്കാണ് പുനരുത്ഥാനത്തിലുള്ള യേശുവിനെ കാണാൻ സാധിച്ചത്. ക്രിസ്തുവിനെ കാണണമെങ്കിൽ കരയണം പ്രിയപ്പെട്ടവരെ. അതെ, അവനെ കാണാനുള്ള ആഗ്രഹത്തോടെ കരയണം. നമ്മുടെ കർത്താവ് വരുവാൻ വേണ്ടി സമയം അധികമില്ല. അവനെ കാണണമെങ്കിൽ നാം ദിവസം കരയണം. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരുവനുണ്ട്, അതുവരെയും നാം കരയണം. എന്തിനു വേണ്ടിയാണ് നാം കരയുന്നത്? മറിയ എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? അവിടെ ജോലിക്ക് വേണ്ടിയാണോ? മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണോ? എന്തിനു വേണ്ടി അവിടെ കരഞ്ഞത്? ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, ഒരു ശരീരം കാണണം. അത് നിർജീവമാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവളോടെ കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളത് ആർക്കും അറിയത്തില്ല. പക്ഷേ അവിടെ ആഗ്രഹം അത്രമാത്രം ഉണ്ടായിരുന്നു. അത് എവിടെയെങ്കിലും കൊണ്ട് വെക്കരുത്. അത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊള്ളാം എന്നാണ് മഗ്ദലക്കാരത്തെ പറയുന്നത്. മഗ്ദലക്കാരത്തെ മറിയ പറയുകയാണ്, യേശു ശരീരം എവിടെ നിങ്ങൾ വെച്ച് കണ്ടതായാലും നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊള്ളാം എന്നുള്ളതാണ്. യേശുവിൻ്റെ ശരീരം കിട്ടിയാൽ അവർക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ അവളവിടെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞാൽ, യേശുവിനെ ഒരു കുഞ്ഞിനെ പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവളൊരു സ്ത്രീയാണ്. എന്നാൽ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അതിൻ്റെ അർത്ഥം അവൾ മനസ്സിലാക്കിയത്. അല്ല യേശുവിനെ എടുത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശുവിനെ ബോഡി എടുത്തുകൊണ്ട് പോയി അവൾ അവിടെ വീട്ടോട്ട് കൊണ്ടുപോകുന്നല്ല എൻ്റെ അർത്ഥം. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, അവനെ ഞാൻ കണ്ടിട്ടില്ല, അവൻ ശരീരം കാണുന്നില്ല. അത് നിന്റെ തോട്ടമാണ്, നീ തുറന്ന് അത് മറ്റെവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കാണിച്ചെന്നാൽ മതി. ഞാൻ അതിൻ്റെ ആ ഡെഡ് ബോഡിയുടെ അവൻ്റെ ശരീരത്തിൽ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാണ് മക്കളക്കാര്യത്തിൽ മറിയ പറഞ്ഞത്. അതാ അവൾ പറഞ്ഞത്, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം. യേശുവിൻ്റെ ശരീരം എവിടെയാണെന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം. ഉള്ളതാണ് അവിടെ പറഞ്ഞത്. കാരണം ക്രിസ്തുവിൻ്റെ ശരീരം അവൾ അന്യാധീനപ്പെട്ടു പോകാൻ സമ്മതിക്കാതെ അവൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ രീതിയാണ് അവൾ പറഞ്ഞത്. അപ്പം യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ യേശു മനസ്സിലായി, ഇവളുടെ സ്നേഹം അത് കളങ്കമറ്റ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞ യേശു അവളുടെ പേര് വിളിച്ചു. ഇവിടെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ട് യേശു അവളുടെ പേര് വിളിച്ചു, മറിയേ എന്ന് വിളിച്ചു. യേശു നമ്മളെ പേർ ചൊല്ലി വിളിക്കും കേട്ടോ. അവനെ വാസ്തവമായും സ്നേഹിച്ചു കഴിയുമ്പോൾ അവൻ നമ്മളെ നമ്മുടെ ഓമന പേർ ചൊല്ലി അവൻ വിളിക്കും. ഇവിടെ അവൾ വിളിച്ചത് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റെബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. ഈ ശബ്ദം ഒക്കെ മനസ്സിലായി. അവളെ വിളിച്ച മറിയേ എന്നുള്ള വിളി അവളുടെ ഒക്കെ മനസ്സിലായി, യേശുവിന്റെ ശബ്ദമാണെന്നുള്ളത്. സ്ത്രീ എന്ന് വിളിച്ചപ്പോൾ അവൾ തോട്ടക്കാരനാണെന്നുള്ളത്. എന്നാൽ അവളുടെ ഓമന പേർ ചൊല്ലി യേശുവളെ വിളിച്ചപ്പോൾ അവളുടെ സ്നേഹം മനസ്സിലാക്കി, അവളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി. അവൾ ആ കല്ലറയ്ക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയുടെ ഉത്തരവാദിത്വം. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, യേശുവിന് ശരീരത്തിന് വേണ്ടി, യേശുവിന്റെ ശരീര സഭയാണ്. സഭയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാനും നിങ്ങളും സഭയെ കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരും കണ്ടിട്ട് കാണാതെ ഓടിപ്പോകുന്നവരുമാണ്. എന്നാൽ രാത്രി ദൈവാത്മാവ് ദൂത് പറയുക, സഭയെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ടാകണം. അത് എല്ലാവരും വിട്ടിട്ട് പോയാലും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദിവസങ്ങളിൽ ദൈവമക്കൾ തയ്യാറാകണം. നമ്മളതിനു വേണ്ടി കരയണം. ദൈവസഭയ്ക്ക് വേണ്ടി കരയണം. ദൈവമക്കൾക്ക് വേണ്ടി കരയണം. ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി നാം കരയണം. പ്രിയപ്പെട്ടവളെ, ഇവൾ വാസ്തവത്തിൽ കരഞ്ഞത് കർത്താവിന്റെ ശരീരത്തിന് വേണ്ടിയാ. അത് കാണിക്കുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാ. അന്ന് മറിയ കരഞ്ഞത് ആ യേശു ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് നമുക്കും കരയാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. എന്തിനു വേണ്ടി നാം കരയേണ്ടത്? യേശുവിന്റെ ശരീരം അവിടെ നിർജീവമായ ശരീരത്തിന് വേണ്ടിയാണ്
കാണാൻ വേണ്ടിയാണ് അവൾ കരഞ്ഞെങ്കിൽ ക്രിസ്തുവിന്റെ സഭയാകുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ഈ ദിവസത്തിൽ കരയണമെന്ന് ഈ ദൈവപഠനത്തോട് ഞാൻ നിങ്ങൾക്ക് ഓർമ്മ തരിക. അന്ന് കരഞ്ഞല്ലോ, അവൾ അനുഗ്രഹം പ്രാപിച്ചല്ലോ. ഇന്നും നമുക്കതിനുള്ള സാധ്യത തന്നിട്ടുണ്ട്. എത്ര പേർ ദൈവസഭയ്ക്ക് വേണ്ടി കരയും? സത്യം പറയട്ടെ, നമ്മുടെ ദൈവസഭകളൊക്കെ ഇന്ന് വളരെയധികം ശുഷ്കിച്ചു പോയി, സ്നേഹമില്ലാതായിപ്പോയി. വാസ്തവത്തിൽ അതിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള, നിർജീവമായോ എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രാത്രി ദൈവം പറയുക, നീ അതിനെക്കുറിച്ച് ഓർത്ത് കരയണം. ദൈവസഭകൾ നിർജീവത്വം വന്നെങ്കിൽ, സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മക്കളക്കാലത്ത് മറിയ കരഞ്ഞതുപോലെ കരയാമെങ്കിൽ യേശു നിന്റെ പേർ വിളിക്കും. അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ ദിവസങ്ങളിൽ നിസ്സാരമായി കാണാതെ എത്ര പേർ ദൈവസഭകൾക്ക് വേണ്ടി കരയും? എല്ലാ ലോകസഭകൾക്ക് വേണ്ടിയും അടിസ്ഥാന ഉപദേശം പ്രഖ്യാപിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭകൾക്ക് വേണ്ടി കരയണം. അത് ക്രിസ്തുവിന് വേണ്ടി, അവന്റെ ശരീരത്തിന് വേണ്ടി അന്ന് മറിയ കരഞ്ഞെങ്കിൽ, അവൾക്ക് അവൻ പ്രത്യക്ഷമായെങ്കിൽ ദൈവസഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി കരയുന്നവർക്ക് വേണ്ടി ദൈവം പ്രത്യക്ഷമായതിന്റെ പേർ വിളിക്കും. ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. ഇന്ന് പണത്തിന്റെ കൊഴുപ്പിൽ അനേകർ ദൈവസഭകളെ വെറും കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ കരയുവാൻ ദൈവാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുക. ഇതിനെ പണസമ്പാദ്യത്തിലുള്ള മാർഗങ്ങളായി അനേകർ ഇതിനെ മാറ്റുമ്പോൾ, അത് പലവിധമായിരിക്കുന്ന കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ, ദിവസങ്ങളിൽ നിർജീവമായിരിക്കുന്ന ദൈവസഭയെ ഓർത്തുകൊണ്ട് മറിയ കരഞ്ഞതുപോലെ എത്ര പേർ കരയുമെന്ന് ആത്മാവെന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. ആർക്കെല്ലാം ദൈവസഭയ്ക്ക് കരയാൻ സാധിക്കും? ആദ്യം കരയേണ്ടത് ദൈവസഭകൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി കരയാൻ തുടങ്ങുക. നിന്റെ ഭൗതികമായ വിഷയങ്ങൾക്ക് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ദൈവസഭകൾക്ക് വേണ്ടി, ദേശത്തുള്ള സഭകൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, അതെ, അതിന്റെ വ്യാപാരത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് കരഞ്ഞ് ദിവസത്തിൽ പ്രാർത്ഥിക്കണം. ദൈവസഭയിൽ വരുന്ന നടമാടുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് ഇല്ലാതാകാൻ വേണ്ടി, അങ്ങനെയുള്ള സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ ഒരു കോമാളി വേഷമായി മാറാതെ ദൈവസഭയുടെ തനിമ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും അതിനു വേണ്ടി കരയുമെന്ന് ദൈവാത്മാവെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മൾ കണ്ട് ഈ ദിവസങ്ങൾ കുറ്റം പറഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്, സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി. മറിയ യേശുവിന്റെ ശരീരത്തിന് വേണ്ടി, നിർജീവമായ ശരീരത്തിന് വേണ്ടിയ കരഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ നിർജീവമായി കൊണ്ടിരിക്കുക, പരിശുദ്ധമാവിന്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവസഭകൾക്ക് വേണ്ടി കരയണമേ എന്ന്, അങ്ങനെയാണെങ്കിൽ അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുമെന്നുള്ളതും രാത്രി ഞാൻ ഈ തിരുവനന്തപുരത്തോട് ദൂതറിയിക്കുകയാണ്. അവളോട് പറഞ്ഞു, പ്രഭുജി എന്ന് പറഞ്ഞ അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മറ്റേ കാര്യത്തിൽ മറിയ വന്ന് ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ യേശു പ്രത്യക്ഷമായ ശേഷമായി അവളോട് പറഞ്ഞു, എന്നെ തുടരുത്. എൻ്റെ അർത്ഥം, ഞാനിതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ ഇവക്ക് കരഞ്ഞു കലങ്ങിയ മഗ്നക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായ ശേഷമാണ് യേശു സ്വർഗത്തിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക് കരയേറിപ്പോയത്. കരയുന്നവന്റെ ആവശ്യം പരിഹരിച്ചിട്ടേ യേശു പോകുകയുള്ളൂ. ഇന്ന് രാത്രി നീ ദിനരാത്രങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ അവൻ പ്രത്യക്ഷനാകുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. അത് വിശ്വസിക്കുന്നു. നാം കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താതെ യേശു പോകത്തില്ല. ഈ മക്കളക്കാര്യത്തിൽ മറിയോടെ ഓട്ടോടെ കരച്ചിലും അവിടെ ആഗ്രഹവും അവിടെ സ്നേഹവും മനസ്സിലാക്കിയപ്പോൾ ഉയർക്കപ്പെട്ട യേശു അവിടെ തന്നെ നിന്നു. അവൾക്ക് പ്രത്യക്ഷനായ ശേഷമാണ് പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയത്. ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം ഞാൻ കൈമാറാം. ഇവിടെ യേശു ഉയർക്കപ്പെട്ട ശേഷമായി ദൂതന്മാർ അവനെ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു ഉയർക്കപ്പെട്ട ശേഷമായി ആദ്യമായി മനുഷ്യരിൽ അവരുടെ രണ്ട് കണ്ണുകളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയുടെ രണ്ട് കണ്ണുകൾക്കാണ് യേശു പ്രത്യക്ഷമായത്. അതുകൊണ്ട് അവൾ എത്ര ഭാഗ്യമുള്ളവളായിരുന്നു. ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ അവൾക്ക് ദർശിപ്പാൻ ഇടയാത്തുന്നു. കർത്താവ്, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ കയറിപ്പോയിട്ടില്ല. എന്നാൽ അവിടെ ഒരു ബന്ധം യേശു സ്ഥാപിക്കുകയാണ്. അവിടെ പറയുകയാണ്, ഞാനിതുവരെ ഈ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എന്നാൽ
എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കരേറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. നേരത്തെ ദൂതന്മാരാ പറഞ്ഞത് കല്ലറയ്ക്ക് അവർ ആദ്യം ഓടിയത്. ഇപ്പോൾ ഇവിടെ പറയുന്ന സന്ദർഭത്തിൽ, ഈ 5-ാമത്തെ സന്ദർഭത്തിൽ പറയുന്നത് ഉയർക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ് അവരോട് പറയുന്നത്. നീ പോയി അവര് ദൂതന്മാർ ശിഷ്യന്മാരോട് പറയാനാ പറഞ്ഞെങ്കിൽ യേശു പറഞ്ഞു, എൻ്റെ സഹോദരന്മാരായിരിക്കുന്നവരുണ്ട്, അവരെന്നെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതേ അവര് ഓടി വന്നു മടങ്ങിപ്പോയി. എനിക്കറിയാം അവരുടെ ഹൃദയം അവരാരാണെന്നുള്ളത്. നീ പോയി അവരോട് ഞാൻ പിതാവിൻ്റെ നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുക്കൽ കയറിപ്പോകുന്നു എന്നുള്ള സന്ദേശം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ യേശു സ്വർഗാരോഹണം, അവൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ 5-ാമത്തെ സന്ദർഭം. യേശു അവളോട് മറിയ എന്ന് പറഞ്ഞു, എടുക്കപ്പെട്ടു. അതാണ് അതിൻ്റെ 6-ാമത്തെ സന്ദർഭം. മറിയ യേശുവിനെ കണ്ട സന്തോഷത്തിൽ ശിഷ്യന്മാരോട് അറിയിപ്പാൻ പുറപ്പെടുന്ന സന്ദർഭമാണ് 6-ാമത്തെ സന്ദർഭം. ഈ യേശു പറഞ്ഞ ശേഷമായി യേശുവിനെ അവൾ നേരിൽ കണ്ടു. അവിടെ കണ്ടു ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ അവൾ കണ്ടു. യേശു യേശു പിതാവിന്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയി. സ്വർഗാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സ്വർഗാരോഹണമല്ല, അവൻ പുനരുത്ഥാനം പ്രാപിച്ചിട്ട് പുനരുത്ഥാന ശരീരത്തോടു കൂടി യേശു പിതാവിന്റെ അടുക്കിലേക്ക് കരേറിപ്പോയി. ഈ മക്കളക്കാര്യത്തിൽ മറിയ യേശുവിനെ കണ്ട സന്തോഷത്തോടെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ, അഥവാ യേശുവിന്റെ സഹോദരന്മാരോട് അറിയിപ്പാൻ പുറപ്പെടുന്ന സന്ദർഭമാണ് അതിൻ്റെ 6-ാമത്തെ സന്ദർഭം. അതിൻ്റെ 7-ാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പോൾ മറ്റ് സ്ത്രീകൾ കല്ലറയ്ക്കൽ എത്തിച്ചേർന്നു. യേശുവിനെ നേരിൽ കണ്ട സന്തോഷം അവരോട് പങ്കുവെച്ചു മടങ്ങിപ്പോകുന്നതാണ് 7-ാമത്തെ സന്ദർഭം. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായിയാകുന്നു. അപ്പോൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഈ യേശു മക്കളക്കാര്യത്തിൽ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷമായി ക്രിസ്തു അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നതാണ് 6-ാമത്തെ സന്ദർഭം. അവിടുന്ന് ഇത് സന്ദേശം യേശുവിനെ കണ്ടു എന്നുള്ള സന്ദേശം അറിയിക്കാൻ പോകുന്ന സമയത്താണ് മറ്റ് സ്ത്രീകൾ കല്ലറയ്ക്കൽ എത്തിച്ചേർന്നത്. അങ്ങനെ യേശുവിനെ നേരിൽ കണ്ട സന്തോഷങ്ങൾ അവരോട് പങ്കുവെച്ച് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് 7-ാമത്തെ സന്ദർഭം. അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ 28-ാം അധ്യായം നമ്മൾ ഇനി തുറന്ന് വായിക്കുമ്പോൾ അതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 28-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ആണ് അതിൻ്റെ 8-ാമത്തെ സന്ദർഭം. അതിൻ്റെ 7-ാമത്തെ സന്ദർഭം. മറ്റ് സ്ത്രീകൾ 8-ാമത്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. ഇത് യേശു പറഞ്ഞിട്ട് ഓടിപ്പോകുന്നതാണ്. ആദ്യം ഓടിപ്പോകുന്നത് ദൂതന്മാർ പറഞ്ഞിട്ടാണ് ഓടിപ്പോയത്. 2-ാമത് ഓടിപ്പോകുന്നത് സന്തോഷത്തോടെ ഓടിപ്പോകുന്നത്. കാരണം ഈ മക്കളക്കാര്യത്തിൽ മറിയ യേശുവിനെ നേരിട്ട് കണ്ടു. അവൾ മാത്രമല്ല, ഓടിപ്പോകുന്ന സമയത്ത് യേശു അവർക്ക് വീണ്ടും പ്രത്യക്ഷമാകുന്നതാണ് 2-ാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സന്ദർഭം. 8-ാമത്തെ ഭാഗം. ഉയർത്തുന്നേറ്റ് യേശുവിനെ ദർശിച്ച സ്ത്രീകൾ മഹാസന്തോഷത്തോടെ ശിഷ്യന്മാർ അടുക്കിലേക്ക് ഓടിപ്പോയ സന്ദർഭമാണ് കാവൽക്കാർ ബോധം തെളിഞ്ഞെഴുന്നേറ്റത് അവതരിച്ചത്. ഈ വിവരം മഹാവേദന്മാർ അറിയിപ്പാൻ പുറപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ 7-ാം സന്ദർഭത്തിൽ കല്ലറയ്ക്ക് എത്തിച്ചെന്ന് യേശുവിനെ നേരിൽ കണ്ട സന്തോഷം. 7-ാം സന്ദർഭത്തിൽ യേശു 7-ാം സന്ദർഭത്തിൽ ഈ 7-ാം സന്ദർഭം കഴിഞ്ഞ 8-ാം സന്ദർഭം ചിന്തിക്കാം. 7-ാമത്തെ സന്ദർഭം എന്നുള്ളത് ഇവൾ മടങ്ങിപ്പോകുന്ന സമയത്ത് മറ്റ് സ്ത്രീകളും വന്നു. അപ്പൊ അവരോട് ഇത് പറഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന സമയത്ത് യേശു വീണ്ടും പിതാവിന്റെ സന്നിധിയിൽ പോയിട്ട് അവർക്ക് പ്രത്യക്ഷമാകുന്നതാണ് അതിൻ്റെ 7-ാമത്തെ സന്ദർഭം എന്നുള്ളത്. 7-ാമത്തെ സന്ദർഭമാണ് അവര് വീണ്ടും യേശുവിനെ കാണുന്നത്. മറിയ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി കാണുകയാണ്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവരുടെ ശിഷ്യന്മാരെ അവിടെ അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അങ്ങനെ ഈ മക്കളുടെ കാര്യത്തിൽ മറിയയും മറ്റുള്ള സ്ത്രീകളും കൂടി യേശുവിനെ മറിയെ കണ്ടു എന്നുള്ള സന്തോഷത്തോടെ കല്ലറ വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് അവൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വേഗത്തിൽ മടങ്ങി സ്വർഗാസുഖത്തിൽ പോയി പ്രധാനം മടങ്ങി വരാതെ സമയമൊന്നും വേണ്ട. ഇവരവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ യേശു അവിടെ പോയി മടങ്ങി ഇവിടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്നു അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അതിൻ്റെ അർത്ഥം ഇത് 2-ാം സന്ദർഭത്തിലാണ്. അപ്പോൾ യേശു ആദ്യം എന്നെ തുടരുന്ന് പറഞ്ഞു. തുടരുന്ന മക്നക്കാരൻ്റെ മറിയോട് പറഞ്ഞു. എന്നാൽ പിതാവിന്റെ അടുക്കൽ അവൻ
അവൻ പുനരുത്ഥാന ശരീരത്തോട് കയറിപ്പോയ ശേഷമായി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് മനുഷ്യർക്ക് അവനെ തൊടുവാനുള്ള അധികാരം സാവകാശം ലഭിച്ചു. അതുകൊണ്ടാണ് അവർ അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഇതാണ് ഈ സന്ദർഭം. മനസ്സിലായല്ലോ. അപ്പൊ അത് നമുക്ക് വളരെ വ്യക്തത ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു പറഞ്ഞ് മറിയെ, മഗ്ദലക്കാരത്തി മറിയെ അയക്കുന്നു. എന്നാൽ മറ്റു സ്ത്രീകൾ കൂടി വരുമ്പോൾ ഈ കല്ലറയുടെ ഭാഗത്ത് നിന്ന് അവർ ഓടി ഒരുമിച്ച് പോകുന്ന സമയത്ത് യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷമായപ്പോൾ അവർ യേശുവിൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. മറിയയ്ക്ക് ആദ്യം യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിനെ പോയി കണ്ട ശേഷമായി അവരെ കാൽ പിടിച്ച് നമസ്കരിച്ചു. യേശു പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്മാരോട് പോയി പറഞ്ഞ് അവരെ ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുന്നു. ഈ ഉയർക്കപ്പെട്ട കല്ലറയ്ക്കലാണ് പിതാവും പുത്രനും സഹോദരന്മാരുമുള്ള ബന്ധമുണ്ടായത്. ആദിജാതന്മാരുടെ സഭ പുത്രത്വം പ്രാപിക്കുന്നവരുടെ ബന്ധം തുടങ്ങുന്നത് അത് ക്രൂശീകരണത്തിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശേഷമായി കല്ലറയ്ക്കൽ വെച്ചാണ് ആ ബന്ധം സ്ഥാപിതമായി തീർന്നത്. അതുവരെ ശിഷ്യന്മാരായിരുന്നു, സ്നേഹിതന്മാരായിരുന്നു. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു പുനരുത്ഥാന ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് അവൻ മരിച്ചവരുന്ന ആദ്യ ഫലമായി കഴിഞ്ഞപ്പോൾ ആദിജാതന്മാരുടെ സഭയിൽപ്പെടുവാനുള്ളവരെ അവൻ സഹോദരന്മാർ എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പോൾ ക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീരാനുള്ള ബന്ധം തുടങ്ങുന്നത് ആ ഉയർക്കപ്പെട്ട കല്ലറയുടെ മുമ്പിൽ വെച്ച എല്ലാ ബന്ധങ്ങളും കല്ലറ കൊണ്ട് അസ്തമിക്കുമ്പോൾ ഒരു ബന്ധം, സഹോദര ബന്ധം, നിത്യമായ ബന്ധം ആരംഭമിട്ടത് യേശുവിന്റെ കല്ലറയ്ക്ക് വെച്ച. മനുഷ്യന്റെ സകല ബന്ധങ്ങൾ കല്ലറ കൊണ്ട് അവസാനിക്കും. അവിടെ കൊണ്ട് സകല ബന്ധങ്ങളും തീരും. ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും എല്ലാ ബന്ധങ്ങളും അവിടെ കൊണ്ട് തീരും. എന്നാൽ അതിനപ്പുറമായ ചിന്തകളും ഓർമ്മകളും മാത്രമേ ഈ ആകാശമായി നിൽക്കുമ്പോൾ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഒന്നും അവർക്ക് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സഹോദര ബന്ധം ആരംഭിച്ചത് ഒരു കല്ലറയ്ക്കൽ വെച്ചാണ്. അത് മണ്ണത്തെ ജയിച്ചു എന്നിട്ട് ക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ വെച്ചാണ് ഈ ബന്ധം ആരംഭിട്ടതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെ അസ്തമിച്ച് എല്ലാവരും പരാജയപ്പെട്ടു പോയെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് സ്ഥാപിതമായത് ഉയർക്കപ്പെട്ട പുനരുത്ഥാനം പ്രാപിച്ച കല്ലറയിൽ വെച്ച്. അതുകൊണ്ടാണ് ഇതിനെ നിത്യബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. രാത്രി എത്ര പേർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് പിരിയാത്ത ബന്ധമാണ്, നിത്യബന്ധമാണ്. കല്ലറ കൊണ്ടെല്ലാം അസ്തമിച്ച് എല്ലാവരും ബൈ പറഞ്ഞു പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട കല്ലറയിൽ വെച്ച് ഒരു ബന്ധം ആരംഭിച്ചു. അത് ക്രിസ്തുവിന്റെ ആ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെന്നുള്ളതാണ്. ആ ബന്ധം നിത്യബന്ധമാണ്. ക്രിസ്തുവിന്റെ സഹോദര പദവിയിലേക്ക് എത്തുവാൻ ദൈവം നമുക്ക് സഹോദര പദവിയിലേക്ക്, പുത്രത്വം പ്രായപ്പാടുള്ള പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ബന്ധം ആരംഭമിട്ടത് കല്ലറയ്ക്കലാണ്. അതുവരെയും ആദ്യവംശത്തിൽപ്പെട്ട സകല മനുഷ്യരുടെയും ബന്ധങ്ങൾ അവിടെ കൊണ്ട് അസ്തമിക്കുമ്പോൾ ഒടുക്കത്തെ ആദമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ബന്ധം ആരംഭിക്കുന്നത് പുനരുത്ഥാനം പ്രാപിച്ച പുനരുത്ഥാന ശക്തിയാൽ ഉയർക്കപ്പെട്ട കല്ലറയ്ക്കലാണ്. ആ തുറക്കപ്പെട്ട കല്ലറ ഇന്നുമുണ്ട്. അവിടുന്ന് ആരംഭിച്ച ബന്ധത്തിന്റെ തുടർ കണ്ണികളാണ് ഞാനും നിങ്ങളും രാത്രി കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സമയം പോലെ ഞാൻ അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വേഗത്തിൽ തുറന്ന് ചിന്തിക്കാം. എന്നാൽ ഇതിന്റെ 2 ഭാഗങ്ങൾ ചിന്തിച്ചാൽ ഈ ഭാഗം തീരുന്നത് കൊണ്ട് ഞാൻ അത് ഓടിച്ചു വായിച്ച് തീർത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 9ാമത്തെ കാര്യം, ഈ സമയത്ത് അവരുടെ ശിഷ്യന്മാർ രാത്രി അവർ ഇതിന്റെ തുറന്നു പറഞ്ഞിരിക്കുന്നത്, അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ അന്നേരമാണ് കാവൽക്കൂട്ടത്തിൽ ഉള്ള പടയാളികൾ ബോധം വെച്ച് എഴുന്നേറ്റത്. ഇവർ ചെന്ന് സംഭവിച്ചെല്ലാം മഹോദന്മാരെ അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരും ആലോചന കഴിച്ച് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവർക്ക് മനസ്സിലായി ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. എന്നാൽ സത്യത്തെ അവർ മൂടിവെക്കാൻ വേണ്ടി അവർ പണം കൊടുത്ത് ആ സത്യത്തെ അവര് തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെ പണം കൊടുത്ത് സത്യം തമസ്കരിക്കാൻ ശ്രമിച്ചാലും മൂടിവെക്കാൻ കഴിയത്തില്ല, അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അങ്ങോട്ട് ശിഷ്യന്മാർ രാത്രി വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുകയും വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തെത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ ഇതാണ് യഹൂദ കഥ എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ കഥ എന്നുള്ള യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് അവർ പ്രചരിപ്പിച്ച കഥ. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നറിയാമോ? അന്ന് ബോധം തെളിഞ്ഞെഴുന്നേറ്റ പടയാളികൾക്ക് മനസ്സിലായി തുറക്കപ്പെട്ട കല്ലറ, അവിടെ സ്ത്രീകൾ പറഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ അവർ കേട്ടപ്പോൾ
അവർ ഓടിച്ചെന്ന് മഹാപുരോഹിതന്റെ അടുക്ക് ചെന്ന് അവിടെ പിലാത്തോസിന്റെ അടുത്ത് പോയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തല പോകും. അതുകൊണ്ട് അവര് ചെന്ന് മഹാപുരോഹിതന്റെ അടുക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവര് അവര് അവരുടെ അവരുടെ ആജ്ഞപ്രകാരമാണ്, ആഗ്രഹപ്രകാരമാണ് അവിടെ കാവൽ നിർത്തിയത്. അതുകൊണ്ടാണ് അവര് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നത്. അതാണ് സന്ദർഭം 9 നിൽക്കുന്നത്. അവര് അതിനോട് ബന്ധത്തിലാണ് നിൽക്കുന്നത്. അവർ ചെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇവരെന്ത് ചെയ്തു, പണം കൊടുത്തു, അവരെ വശത്താക്കി പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയണം. ഇപ്പോൾ പറഞ്ഞ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് യഹൂദന്മാരുടെ കള്ളക്കഥ എന്ന ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുപോയി. അവർ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയപ്പോൾ അവർ വന്ന് അവനെ കട്ടുകൊണ്ടുപോയെന്ന് ഉള്ള കഥ മെനഞ്ഞുണ്ടാക്കി അത് പൈസ കൊടുത്തവർ പറയിപ്പിച്ചു. ആ കഥ ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കള്ളക്കഥകളിലല്ല വിശ്വസിക്കുന്നത്. കർത്താവ് താൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഉറപ്പിച്ചെന്ന സുവിശേഷത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അവരുടെ ഇടയിൽ ലോകത്തിൽ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കള്ളക്കഥയാണെങ്കിൽ, അവർക്കിത് കഥ പോലെ തോന്നുകയാണെങ്കിൽ, രാത്രി ഞങ്ങൾ പറയും, ഞങ്ങൾക്കിത് കഥയല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് യേശുവിന്റെ പുനരുത്ഥാനം. എല്ലാവരും കരമുഴും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കർത്താവിനെ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ കഥയല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എൻ്റെ ജീവിതത്തിന്റെ ഉടമസ്ഥൻ, എൻ്റെ ജീവിതത്തിന്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്, എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. അതിനാണ് ഞാൻ സാക്ഷിയായിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ സാക്ഷ്യം അതാണ്. എൻ്റെ 8-ാമത്തെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ സ്ത്രീകൾ മഹാസന്തോഷ ശിഷ്യന്മാരുടെ അടുക്കൽ ഓടിപ്പോകുന്ന സന്ദർഭത്തിലാണ് കാവൽക്കാർ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റത്. അവർ ചില ചെന്ന മഹാപുരോഹിതന്മാരെ അറിയിച്ചപ്പോൾ അവർ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി ഇവരോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും വിഷയമുണ്ടായി നിങ്ങളുടെ ജോലിക്ക് പ്രശ്നമുണ്ടാകത്തില്ല, നാട് വാഴിയെ ഞങ്ങൾ സമ്മതിപ്പിച്ചു കൊള്ളാം, നിങ്ങൾ നിർഭയമായി കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഈ കഥ അത് പരസ്യപ്പെടുത്തുവാൻ എത്തുന്നു. 9-ാമത്തെ സന്ദർഭം, മരുമലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ളവർ ചെന്ന് പറഞ്ഞിട്ട് അവർ ഗലീലയ്ക്ക് പുറപ്പെട്ടത്. ഇവർ ശിഷ്യന്മാരോട് പോയി പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്നുള്ളത്. എന്നാൽ അവർ ഗലീലയ്ക്ക് പുറപ്പെട്ടെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 10-ാം സന്ദർഭം, യേശു ശിമോൻ പത്രോസിന് പ്രത്യക്ഷനായി. ലൂക്കോസ് 24:34 പറഞ്ഞിരിക്കുന്നത്, യേശു പന്തിരുവർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ കർത്താവ് മറ്റുള്ള ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷമായതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ദൈവം വെച്ചാൽ യോഹന സുവിശേഷത്തിൽ ബാക്കി ഭാഗം ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇന്ന് ഈ രാത്രിയിൽ യേശുവിന്റെ പുനരുത്ഥാനം എന്നുള്ള വിഷയം അത് സംശയാസ്പദ ആകാതെ, സംശയത്തിന് ഇട നൽകാതെ തെളിയിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ക്ലാസ് കൂടി എടുത്ത് നമുക്ക് ഈ ക്ലാസ് പൂർത്തീകരിക്കാം. കർത്താവ് നമ്മെ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു ബന്ധം തുടങ്ങിയിരിക്കുന്നത്, എല്ലാ ബന്ധങ്ങളും ഇവിടുന്ന് തുടങ്ങി, അമ്മയുടെ ഉദരം മുതൽ തുടങ്ങി ശവക്കല്ലറോട് അവസാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായി തീരുവാൻ ഹൃദയത്തിൽ തുടങ്ങിയ ബന്ധം അത് ആരംഭം വിട്ടത് യേശുവിന്റെ കല്ലറയ്ക്കലാണ്. അവിടുന്ന് ആ വിട്ട ബന്ധം അത് എന്നേക്കുമുള്ള ബന്ധമാണ്, പിരിയാത്ത ബന്ധമാണ്, എന്നും നിലനിൽക്കുന്ന ബന്ധമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ നിർജീവമായിരിക്കുന്ന അവസ്ഥകളെ കണ്ടുകൊണ്ട് ദിവസങ്ങൾ കരയുവാൻ ദൈവാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എന്ന് വെച്ചാൽ ഞാൻ ധൃതി വെച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ വെച്ചാൽ ഒരു ക്ലാസ് കൂടി എടുത്ത് ഈ ക്ലാസ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ 2 ക്ലാസ്സോ എത്ര ആവശ്യമുണ്ടോ അത്രയും ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കുക താല്പര്യപ്പെടുന്നു. ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ദിവസത്തിൽ നമുക്ക് കരയാം, അവനെ കാണുവോളം കരയാം. മറ്റുള്ള കാര്യത്തിൽ മറിയ യേശുവിനെ കാണുവോളം അവൾ കരഞ്ഞുകൊണ്ട് അവൾ ഓടി നടന്നെങ്കിൽ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിനെ കാണുവോളം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ണടയ്ക്കുന്ന സമയത്തും യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ, അതല്ല നാം ജീവനോടിരിക്കുമ്പോൾ കർത്താവ് വരികയാണെങ്കിൽ അവനെ കാണാനുള്ള ആഗ്രഹത്തോടെ കുറുകിക്കരഞ്ഞുകൊണ്ട് ആ നോളവാളിന് വേണ്ടി കാത്തിരിപ്പാനുള്ള നിർമ്മലകനിയായി തീരുവാൻ, ആ സഹോദരബന്ധത്തിൽ നിൽക്കുവാൻ, ക്രിസ്തു യേശുവിന്റെ പുത്രത്വം പ്രാപിക്കുന്ന ആ മണവാട്ടി സവിടംഗങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ബന്ധം തുടങ്ങിയത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാലാണ്, കല്ലറയിൽ നിന്നാണ്, നിത്യബന്ധമാണ്, ഒരിക്കലും തീരാത്ത ബന്ധമാണ്. കരയാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായി ദൈവത്തിന്റെ വിനയത്തോടും താഴ്മയോടും കരച്ചിലോടുമായിരിക്കാം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്ക് മാത്രമല്ല, നാം ദിവസങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങളെ നിർവഹിച്ച് കല്ലുരുട്ടി മാറ്റിയതുപോലെ നമ്മുടെ വിഷയങ്ങളുടെ കല്ലുകളെ കർത്താവ് ഉരുട്ടി മാറ്റുവാൻ പോകുന്നതിനായി രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതെ, നീ ഉയർക്കുകയില്ല, നീ വെളിയിൽ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്ല് വെച്ച് മുദ്ര വെച്ച നിയമങ്ങളുണ്ടെങ്കിൽ രാത്രി ദൈവാത്മ പറയുന്നു, ഏതിനെയും തകർത്ത് മാറ്റുവാൻ കഴിവുള്ള രാജാതിരാജാവാണ് നമ്മുടെ കർത്താവ്. അസാധ്യമായിട്ടൊന്നുമില്ല.
അവൻ പ്രവർത്തിക്കും, അവൻ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും, അവൻ സമയത്ത് നമുക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്ത് നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആശ്വാസം നൽകുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ വിടാൻപ്പെടുന്നു. ഇതെന്ന് വെച്ചാൽ തുടർഭാഗങ്ങൾ ദൈവനുവദിക്ക് സമയം നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെയും കർത്താവിന് വിരിക്കപ്പെട്ട ചെറിയ കഴിവിൽ എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഒരു വിരാമം വിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.